لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك حجا حقا تعبدا ورقا لبيك مرهوبا ومرغوبا إليك لبيك ذا النعماء والفضل الحسن لبيك وسعديك والخير بيديك والرغباء إليك والعمل لبيك ذا المعارج لبيك ذا الفواضل لبيك إله الحق لبيك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. مذ عرفت الله ربي أشرق النور بقلبي ملأ البشر حياتي مذ أضاء الله دربي يا لسعدي وهنائي يا لفوزي وعنائي لا يطيب العيش إلا في رضا رب السماء. Today upon Abasa I saw a girl with golden hair and wished I was as fair when suddenly she rose to leave. I saw her hobble down the aisle. She had one leg and wore a crutch, but as she passed she smiled. Oh God, forgive me when I whine, when I whine. I have two legs, the world is mine. With feet to take me where I go, with eyes to see the sunsets glow, with ears to hear what I know. Oh God, forgive me when I whine, when I whine. I've been blessed indeed, the world is അടുത്തതായി സംസാരിക്കുന്നതിനു വേണ്ടി ശ്രീ മുജാഹിദ് ബാലുശ്ശേരിയെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തി സ്ഥാനം പ്രാപ്സസി ശാശ്വതം. കിണ്ണാവൂർ കാരിമൂല ശ്രീ പാടാർകുളം ഭഗവതി ക്ഷേത്രത്തിന്റെ പെരുങ്കളിയാട്ട മഹോത്സവവുമായി ബന്ധപ്പെട്ട് വിശാല വീക്ഷണഗതി ഉൾക്കൊണ്ടുകൊണ്ട് സർവമത സമൂഹങ്ങളുടെയും മതപ്രബോധകന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ മനുഷ്യ സൗഹാർദ്ദ സമ്മേളനത്തിന്റെ ആദരണീയയായ അധ്യക്ഷ, ബഹുമാന്യനായ നമ്മുടെ ഉദ്ഘാടകൻ, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന 3 പ്രബല മതങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള സംസാരം, അതിൽ പങ്കെടുക്കുന്ന വിവിധ മതങ്ങളുടെ ബഹുമാന്യരെ, ഈ മഹാസമ്മേളനത്തിൽ, മനുഷ്യ സൗഹാർദ്ദ സമ്മേളനത്തിൽ സന്നിഹിതരാകാൻ വളരെ നേരത്തെ തന്നെ പ്രതീക്ഷയോടെ വന്നു ചേർന്നിട്ടുള്ള എന്റെ പ്രിയങ്കരരായ സഹോദരന്മാരെ, സഹോദരികളെ, ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ ക്ഷേത്രത്തിന്റെ സമ്മേളനം കാണുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ബൈലക്സ് എന്ന സംവിധാനത്തിലൂടെ, ബൈലക്സ് മെസ്സഞ്ചറിലൂടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ഈ മനുഷ്യ സൗഹാർദ്ദ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരന്മാരെ, വളരെ ഗൗരവപ്പെട്ട സൗഹാർദ്ദ സമ്മേളനത്തിൽ ഇസ്ലാം എന്ന മതത്തെ പ്രതികരിച്ചുകൊണ്ട് അതിന്റെ ഒരു എളിയ പ്രബോധകൻ എന്ന നിലയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ചിന്തയുടെ അഗാധമായ ലോകത്തേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളത് എന്റെ ബാധ്യതയുടെ ഭാഗമാണ്. സ്വാമി വിവേകാനന്ദനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ മാസത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ ജനനവും മരണവും ചരിത്രവും ഒക്കെ അപഗ്രഥിച്ചുള്ള പഠനവും അദ്ദേഹത്തെ കുറിച്ചുള്ള ചർച്ചയും പ്രഭാഷണ മത്സരങ്ങളും എല്ലാം നടന്നിരുന്നു ഈ അടുത്ത കാലത്ത്. അമേരിക്കയിലെ ലോകമത മഹാസമ്മേളനത്തിന്, ലോകമതങ്ങളുടെ മഹാസമ്മേളന നഗരിയിൽ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്തിരുന്നു. ഏറെക്കുറെ ഒരു 120 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദനെ അമേരിക്കയിലെ കൂട്ടും സൂട്ടുമുട്ട സായിപ്പന്മാർ അല്പമൊക്കെ ഒരു പുച്ഛത്തോടെ കാണുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്തു. കാഷായ വസ്ത്രം ധരിച്ച് തലമുണ്ടനം ചെയ്ത 30-കാരനായ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ സന്ദർഭമായപ്പോൾ, ഇതുപോലെ സമ്മേളന വേദിയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ, അരയാലില പോലെ അവരസ്പന്ദനം ചെയ്യുന്ന ജന മനസ്സുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ആ സദസ്സിനെ മൗനം ദീക്ഷിച്ചുകൊണ്ട് നോക്കി വിവേകാനന്ദൻ പറഞ്ഞു, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ അമേരിക്ക, അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ. ആ അഭിസംബോധനാ രീതി അമേരിക്കൻ ജനതയുടെ ചരിത്രത്തിൽ ആദ്യമായി അവർ കേൾക്കുകയും സ്വാമി വിവേകാനന്ദൻ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ പ്രതികരിച്ചുകൊണ്ട് ചെന്നിട്ടുള്ള മഹാവ്യക്തിത്വമാണ്. യുവസമൂഹത്തോട് ഗൗരവമായി സംസാരിച്ച സ്വാമിജി തന്റെ പ്രസംഗത്തിന്റെ മധ്യഭാഗത്ത് പറഞ്ഞ ഒരു വാക്ക്, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ഈ സംഭവത്തെ ഉദ്ധരിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഞാൻ വരുന്ന നാട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ്. ലോകമതങ്ങളും ലോകദർശനങ്ങളും വിവിധ വീക്ഷണങ്ങളും ഒന്നിച്ചു മേളിച്ചിട്ടുള്ള ഒരു രാജ്യം, കൾച്ചറൽ പ്ലൂറാലിറ്റിയുടെ,
കൾച്ചറൽ ടോളറൻസിന്റെ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഉയർത്തിപ്പിടിച്ച ഒരു രാജ്യത്തിന്റെ മണ്ണിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് അമേരിക്കയിലേക്ക്, ചിക്കാഗോ നഗരത്തിലേക്ക് വരുന്നത് എന്ന് വിവേകാനന്ദൻ പറഞ്ഞു. അനവധി കൈവഴികളായി ഒഴുകി വന്ന മത തത്വങ്ങൾ ഒന്നിച്ചൊഴുകി സമ്മേളിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങൾ, പ്രസ്താവ്യമായ 108 സുപ്രധാനമായ ഉപനിഷത്ത്, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്ത്, ഈശാവാശോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, ശ്വേതരോപനിഷത്ത്, അനവധി ഉപനിഷത്തുക്കളുള്ള ഒരു നാട്. ആരണ്യകങ്ങളുടെ, ശ്രുതികളുടെ, സ്മൃതികളുടെ, എല്ലാ വേദസംഹിതകളുടെയും ഒരു നാട്. ഈ രാജ്യത്തിന്റെ ഒരു സവിശേഷത, സുപ്രധാനമായി 3 മതങ്ങളെ നൊന്തു പ്രസവിച്ച ഈ രാജ്യം വിശ്വോത്തരങ്ങളായ പ്രബലമായ 3 മതങ്ങളെ കൈനീട്ടി സ്വീകരിക്കുകയുണ്ടായി. ഒന്ന്, നേരത്തെ സംസാരിച്ച ഫാദർ ഉൾക്കൊള്ളുന്ന ക്രിസ്തീയ മതം, പിന്നീടൊന്ന് ഇസ്ലാം, പിന്നെ ജൂതമതം. ഈ പ്രബലമായ മതങ്ങളെ സ്വീകരിച്ചു പാലൂട്ടി വളർത്തിയ പാരമ്പര്യമുള്ള ഇന്ത്യ സൗഹൃദത്തിന് കളമൊരുക്കിയ ഒരു രാജ്യം. ലോകത്ത് 16 രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. വ്യത്യസ്ത സമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാനും സ്വതന്ത്രമായും വ്യക്തമായും വളച്ചുകെട്ടില്ലാതെ അഭിപ്രായങ്ങൾ പറയാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഞാൻ വളരെ ചെറിയൊരു മനുഷ്യനാണ്. ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും ഞാൻ അനുജനാണ്. ബഹുമാനനായ ഉദ്ഘാടകന് ഞാൻ മകന്റെ സ്ഥാനത്ത്. എനിക്ക് ഹൃദയം തുറന്ന് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ, ഒരു മതപ്രതിനിധി എന്ന നിലയിലല്ല, മറിച്ച് ദൈവത്തിന്റെ ഒരു അടിമ എന്ന നിലയിൽ പരസ്പരമുള്ള സാഹോദര്യത്തെ ഊട്ടിയുറപ്പിക്കുന്നതിൽ വലിയ പങ്കാളിത്തം വഹിച്ച ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മക്കെതിരെ പടപൊരുതിയ ബ്രിട്ടീഷുകാരാൽ വഹാബി മൊമെന്റ് എന്ന് വിളിക്കപ്പെട്ട മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ രാമകൃഷ്ണപിള്ളയാക്കി മാറ്റിയ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയും കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ഈ മൊയ്തു മൗലവി സാഹിബിന്റെയും പ്രസ്ഥാനത്തിലെ ഒരു മെമ്പർ എന്ന നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. സൗഹാർദ്ദം എന്ന് പറയുന്നതും സാഹോദര്യം എന്ന് പറയുന്നതും പ്രസംഗത്തിന്റെ വാക്കുകൾക്കപ്പുറത്തുള്ളൊരു കാര്യമാണ്. മനസ്സിന്റെ അഗാധമായ തലങ്ങളിൽ മനുഷ്യരോട് മാത്രമല്ല, ലോകോ സമസ്തോ സുഖിനോ ഭവന്തു, സർവ്വലോകങ്ങളിലെയും സർവ്വചരാചരങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്ന് പ്രശംസിച്ച ആശംസിച്ച വേദങ്ങളും ആചാര്യന്മാരും ജീവിച്ച ഒരു നാടാണ് നമ്മുടെ നാട്. ഇസ്ലാം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു മതമാണ്. മുഹമ്മദ് നബി ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പ്രവാചകനാണ്. അന്യമത സമൂഹത്തിന്റെ മീതെ വിദ്വേഷങ്ങൾ പ്രചണ്ഡമായി ഏകപക്ഷീയമായി പ്രചരിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ എന്നും പല സന്ദർഭങ്ങളിലും പലരും ഇവിടെ പറയാറുണ്ട്. അവരെയൊന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംസാരമല്ല ഇത്, മറിച്ച് തെറ്റിദ്ധാരണകൾ നമ്മെ അകറ്റിയിട്ടുണ്ട്. ബഹുമാനനായ വിൻസ്റ്റൺ ചർച്ചിലിനോട് ഒരു സ്ത്രീ സദസ്സ് നെയ്തിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയോടും അങ്ങയുടെ മീശയോടും വെറുപ്പാണ്. വിൻസ്റ്റൺ ചർച്ചിൽ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാനുമായും എന്റെ മീശയുമായി ബന്ധപ്പെടാൻ സഹോദരി നിങ്ങൾക്ക് അവസരമില്ലാതെ പോയത് എന്റെ കുറ്റമല്ല. മതത്തെ അറിയാത്ത, മതത്തെ മനസ്സിലാക്കാത്ത, മനുഷ്യരെ മനസ്സിലാക്കാത്ത ഒരവസ്ഥാവിശേഷം ഇന്ന് ലോകത്ത് സംജാതമാണ്. ഇറാഖും ഫലസ്തീനും ചെച്നിയും കോസഡോവയും ലബനാനും ഫലസ്തീനും ഗാസയും പാകിസ്ഥാന്റെ മലമടക്കുകളും ഇന്ത്യയും ബോംബെയും ഭീവണ്ടിയും മൊറാദാബാദും ഒറീസയും ഗുജറാത്തും ജാംഷഡ്പൂരും എന്തിനധികം മാറാടും പൂന്നാടും വിഴിഞ്ഞവും പൂന്തുറയും എല്ലാം ഉൾക്കൊള്ളുന്ന ലോകത്തിന്റെ ഭൂമിയുടെ ഭൂപടത്തിൽ മനുഷ്യർ തമ്മിൽ കഴുത്തറക്കുകയും രക്തം ചിന്തുകയും ചെയ്ത അനവധി സംഭവ വികാസങ്ങൾ ഉണ്ടായി. നിസ്സാരമെന്ന് നമ്മൾ വിളിക്കുന്ന പല പ്രശ്നങ്ങളുടെയും പേരിൽ വമ്പിച്ച കലാപങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി മതത്തെ വിലയിരുത്തുവാൻ, മതാചാര്യന്മാരെ വിലയിരുത്തുവാൻ, മതപ്രമാണങ്ങളെ വിലയിരുത്തുവാൻ പല സന്ദർഭങ്ങളിലും നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുള്ളത് ആളുകളെ സോപ്പിടുക എന്ന ഒരു പ്രതിഭാസമാണ്.
യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമല്ല. മതം എന്നത് ദൈവപ്രോക്തമാണ്. ദൈവം എന്നത് ആരുടെയും കുത്തകയല്ല. ദൈവം ലോകത്തിന്റെ സൃഷ്ടാവാണ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും കൃമികീടങ്ങളെയും ആനയും സിംഹവും പോത്തും കാളയും ഉൾക്കൊള്ളുന്ന ജന്തുലോകം, ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പറവകൾ, ആഴിയുടെ അഗാധതയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ, ഡെസേർട്ടുകളിലെ മരുഭൂമിയിലെ മണൽത്തിട്ടുകൾ എല്ലാം ഉൾക്കൊള്ളുന്ന അനന്തവിസ്തൃതമായ ലോകത്തെ സംവിധാനിച്ച ലോകത്തിന്റെ അതീശാധികാരി. ആകാശത്തിലേക്ക് നോക്ക്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ആകാശമേലാപ്പിൽ നക്ഷത്രങ്ങളെ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവനാരോ, സൂര്യനെ സൃഷ്ടിച്ചവനാരോ, പ്രകാശം പരത്തുന്ന 15 കോടി കിലോമീറ്റർ അകലെയുള്ള സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന സൂര്യൻ, അതൊരു യാഥാർത്ഥ്യമാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒരു യാഥാർത്ഥ്യമാണ്. ഞാനും നിങ്ങളും ഈ സ്റ്റേജും ഈ സംഭവവും ദൈവത്തിന്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു സംഭവമാണ്. നമ്മളെല്ലാം ഈ ലോകത്ത് ദൈവത്തിന്റെ അടിമകളായി വന്നു എന്ന ഉന്നതമായ വിശ്വാസമാണ് മതമൂല്യങ്ങളുടെ വിശ്വാസം. സ്വാമിജി ഇവിടെ ഇരിക്കുന്നുണ്ട്. ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും, ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും. ലോകമാണ് തറവാട്. എല്ലാരും മനസ്സിലാക്കണം. പാകിസ്ഥാനി വേറെ, ഇന്ത്യക്കാര് വേറെ, അങ്ങനൊന്നില്ല. രാജ്യാതിർവരമ്പുകൾ നമ്മൾ തിരിച്ചതാണ്. അതിർവരമ്പുകളുടെ ബോർഡറുകൾ എടുത്തു മാറ്റിയാൽ നമ്മൾ ഒന്നായി. ഈ വയലുകൾക്ക് അതിർവരമ്പുകളില്ല. നമ്മളെല്ലാവരും ഇവിടെ കടന്നു വന്നു. ചെറിയൊരു വ്യത്യാസം, സ്ത്രീ പുരുഷന്മാരെ ഒന്ന് മാറ്റി നിർത്തി. അത് സദാചാര ബോധത്തിന്റെ ഭാഗമാണ്. നമുക്കിടയിൽ അതിർവരമ്പുകൾ സൃഷ്ടിച്ചു ആര്? മതപുരോഹിതന്മാർ. നമുക്കിടയിൽ സ്വാർത്ഥ താല്പര്യക്കാരായ നേതാക്കന്മാരും മേലാളന്മാരും ഏത് കാലഘട്ടത്തിലും അതിർവരമ്പുകൾ സൃഷ്ടിച്ചു. അല്ലാതെ ഇവിടെ എന്താ? ഒരേ സൂര്യന്റെ വായു ശ്വസിച്ച്, ഒരേ ചന്ദ്രന്റെ നിലാവലകൾ ആസ്വദിച്ച്, ഒരേ കാർമേഘക്കിറുകളിലെ മഴ ആസ്വദിച്ച് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നാം എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുകയില്ലേ? മനുഷ്യരായി തന്നെ. ഹിന്ദുവിന് വേണ്ടി സൂര്യൻ ഉദിക്കുന്നുണ്ടോ? ക്രിസ്ത്യാനിക്ക് വേണ്ടി ചന്ദ്രൻ നിലാവലകൾ പൊഴിക്കുന്നുണ്ടോ? മുസ്ലിമിന് വേണ്ടി ദൈവം പ്രത്യേക സെപ്പറേറ്റ് ഭക്ഷണം ഒരുക്കുന്നുണ്ടോ? ദൈവത്തിന്റെ അടിമകളാണ് മനുഷ്യരെല്ലാം. 714 കോടി മനുഷ്യരുമാരാണ്. ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം. ബാന്ധവ മാനവ മനുഷ്യ, നമ്മളെല്ലാം പെട്ടു അതില്ലേ? നമ്മളെല്ലാരും വന്നു അതിലെ. നമ്മളെല്ലാരും ആരാണ്? ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കളാണ്. ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കൾ അല്ലേ? നിങ്ങൾ നോക്കേ, ഒരു കവിയുടെ 4 വരി കവിതകളുണ്ട്. ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തൻ മുന്തിരിക്കൊത്ത മനുഷ്യവർഗം. ഒരച്ഛന്റെ ഒരു അമ്മയുടെ മക്കൾ. ആ തറവാട്ടിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ആ തറവാട് ഇന്ന് ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്നു. നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും തറവാട്, നമ്മുടെ മാതാവും പിതാവും അവരൊന്നായിരുന്നു. അവരുടെ മക്കളാ നമ്മള്. വിശുദ്ധ ഖുർആൻ ഒടുവിലത്തെ ഗ്രന്ഥം, മോഡറേറ്റർ, പൂർവ്വവേദങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലെ 4-ാം അധ്യായം, 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം എന്തറിയോ? യാ യുഹന്നാസ്, ഹിന്ദുക്കളെ എന്നല്ല, മുസ്ലിങ്ങളെ എന്നല്ല, യൂറോപ്യന്മാരെ എന്നല്ല, കറുത്തവരെ വെളുത്തവരെ എന്നല്ല, പാശ്ചാത്യരെ പൗരസ്ഥരെ എന്നല്ല, അല്ലയോ ബ്രാഹ്മണരെ, അല്ലയോ ക്ഷത്രിയരെ, അല്ലയോ വൈശ്യരെ, അല്ലയോ ശൂദ്രരെ എന്നല്ല. യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. മാധവ, ജോർജ്, സുരേന്ദ്ര, ദേവ, ശ്രീമതി, മാളവികേതാ, നമ്മളൊക്കെ ആരാ? നിങ്ങളൊക്കെ ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളാണ്. ആണും പെണ്ണും ലോകത്ത് വ്യാപിച്ചത് എവിടുന്നാ? ഒരച്ഛന്റെ അമ്മയുടെയും മക്കളിൽ നിന്നാണ് അല്ലേ? അതാണ് ലോകത്തെല്ലാ മതത്തിന്റെയും അന്തസ്സ്. അഥവാ യഥാർത്ഥ ദൈവിക മതം പഠിപ്പിച്ച അതാണ്. അവിടുന്ന് പിന്നെ എങ്ങനെ നമ്മൾ തെറ്റിപ്പോയത്? ഹിന്ദുവിന് സൂര്യൻ ഉദിക്കുന്നില്ലെങ്കിൽ, ക്രിസ്ത്യാനിക്ക് വേണ്ടി ചന്ദ്രൻ നിലാവലകൾ പൊഴിക്കുന്നില്ലെങ്കിൽ, മുസ്ലിമിന് വേണ്ടി കാർമേഘങ്ങൾ മഴ ചൊരിയുന്നില്ലെങ്കിൽ, അത് മനുഷ്യർക്ക് വേണ്ടിയാണെങ്കിൽ മനുഷ്യന്റെ മതം എവിടെ? എല്ലാ മനുഷ്യർക്കും ഒരേപോലെ സ്വീകരിക്കാൻ പറ്റിയ മതം എവിടെ? അവിടെയാണ് ഞാൻ എന്റെ പോയിന്റ് ഊന്നുന്നത്. യഥാർത്ഥ ദൈവത്തിന്റെ മതം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണോ? അടിയില്ല, ഇടിയില്ല, വക്രതയില്ല, പരസ്പര സംഘടനമില്ല. അതിന്ന് തെറ്റിയാൽ ഞാനും കൂടെ തെറ്റും. ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം അത് വിട്ടാൽ അതിന്ന് വേറൊരു ടീം ഉണ്ടാവും. അത് മനുഷ്യ സഹജമാണ്. നേർരേഖയിൽ നിന്ന് വിട്ടാൽ, ഉന്നത മൂല്യങ്ങളിൽ നിന്ന് വിട്ടാൽ, ആ മൂല്യങ്ങളിൽ നിന്നും വിട്ടുപോകുന്നവരും വിടാത്തവരും തമ്മിലുള്ള സംഘടന ഉണ്ടാവും. സ്വാഭാവികമാണ്. ലോകത്ത് സ്വാഭാവികമാണ്. ഒറ്റ വഴിയേ ഉള്ളൂ, പ്രമാണങ്ങളെ അവലംബിക്കുക, പ്രമാണങ്ങളെ അവലംബിക്കുക. എല്ലാം കോപമാണ്,
എല്ലാം വെറിയാണ്. കൊല്ലും, ആനയാക്കും, ചേനയാക്കും എന്ന മുദ്രാവാക്യങ്ങളാണ്. നിങ്ങൾക്കറിയാലോ, ശ്രീരാമനെ, ദശരഥ മഹാരാജാവിന്റെ പുത്രനെ കാട്ടു പറഞ്ഞേക്കാൻ അറിയല്ലോ. അച്ഛന്റെ കൽപ്പന ശിരസാ വഹിച്ച് കാട്ടിൽ പോയ ശ്രീരാമനിൽ നമ്മൾ ദർശിക്കുന്നത് എന്താണ്? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. അച്ഛനെ ദൈവതുല്യം സ്നേഹിക്കാൻ, അച്ഛനെ ദൈവതുല്യം സ്നേഹിക്കാൻ അച്ഛന്റെ ആവശ്യമാണ്. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും ഗർഭം ധരിച്ച് അതിലുള്ള കുഞ്ഞാണ് കൗസല്യയുടെ പുത്രനാണ് ശ്രീരാമൻ. ശ്രീരാമനെ കാട്ടു പറഞ്ഞയച്ചപ്പോ ഏറ്റവും കോപമുണ്ടായത് ആർക്കറിയും? ലക്ഷ്മണനാണ്. ജീവന്റെ ജീവനായിരുന്നു രാമൻ. അത്ര ബഹുമാനമായിരുന്നു ജ്യേഷ്ഠനോട്. അതുകൊണ്ട് ശ്രീരാമനോട് ലക്ഷ്മണൻ പറയാണ്, കാമവിവശനായ എന്റെ അച്ഛൻ നിന്നോട് കാട്ടുപോകാൻ പറഞ്ഞുവല്ലേ? കാമവിവശനായ എന്റെ അച്ഛൻ നിന്നോട് കാട്ടുപോകാൻ പറഞ്ഞുവല്ലേ? എന്റെ കയ്യിലുള്ള വാള് അലങ്കാരത്തിനുള്ളതല്ല. ആവനാഴിയിലെ എന്റെ അമ്പ് വാർദ്ധക്യം കൊണ്ട് എനിക്ക് കുത്തിപ്പിടിക്കാനുള്ളതല്ല. ഞാൻ എന്റെ അച്ഛനെ കൊല്ലും. രാമനൊന്നും മിണ്ടിയില്ല. ശ്രീരാമനൊന്നും മിണ്ടിയില്ല. ചിത്രകൂടത്തിൽ വന്നപ്പോ ചോദിച്ചു, വത്സാ സൗമിത്രേ കുമാരാ, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമായി സുമോർക്ക നീ. രാജകൊട്ടാരവും സിംഹാസനവും അധികാരവും ഒക്കെ ഒരു ക്ഷണപ്രഭാചഞ്ചലമാണ്. വത്സ, സൗമിത്രയുടെ പുത്ര. എടാ സുമിത്രയുടെ പുത്ര ലക്ഷ്മണ, കോപിക്കല്ലേ? നീ ഇങ്ങനെ വൈലന്റ് ആയാലും എങ്ങനെ? നീ ഒന്ന് സൈലന്റ് ആയി ചിന്തിക്ക്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എടാ, ഈ സിംഹാസനവും രാജകൊട്ടാരോ അധികാരം എന്നൊക്കെ പറഞ്ഞ എടാ കണ്ണ് ചുമ്മാ അവസാനിച്ചു. ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോൽ കലാഹിന പരിഗ്രസ്തമാം ലോകം, ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. കാലമാകുന്ന പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള സുഖങ്ങൾക്ക് തേടിക്കൊണ്ടിരിക്കുന്ന പോലെ നമ്മൾ സുഖങ്ങൾക്ക്, അല്ലെ? അതാണ് ഇന്ന് മനുഷ്യരുടെ ഒരു ഭൗതിക ത്വര, ഭോഗപരത. ഈ ദുനിയാവിനോട്, ഈ ലോകത്തോട്, ഭൗതിക ലോകത്തോട് അടങ്ങാത്ത ഇഷ്ക്, ഹുബ്ബ്. അതിനപ്പുറത്ത് ഞാൻ ആരാ? എന്റെ ജീവിതം എന്താ? എന്റെ അർത്ഥം എന്താണ്? എന്നെ ആരാ സൃഷ്ടിച്ചത്? ആ സൃഷ്ടിശക്തി ആരാ? നേരത്തെ ബഹുമാന്യയായ അധ്യക്ഷയുടെ പ്രസംഗം ഞാൻ സാഗൂതം കേൾക്കുകയായി. പ്രസംഗത്തിൽ പറഞ്ഞ രവീന്ദ്രനാഥ ടാഗോറാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മഹാത്മാവ് എന്ന് വിളിച്ച്. എല്ലാവർക്കും അറിയാം. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി, തിക്ക് തീർന്ന വെളുത്ത മനോഹരമായ പൊക്കിൾക്കൊടി വരെ നീണ്ടുകിടക്കുന്ന താടിയുള്ള രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ വരികൾ ഇവിടെ ഓർക്കേണ്ടായി. ഒരു കൂട്ടിൽ വെച്ച് വിഗ്രഹത്തിന് മുമ്പിൽ നിൽക്കലല്ല യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസം എന്ന് ടാഗോർ പഠിപ്പിക്കുന്നവിടെ ബഹുമാനയായ അധ്യക്ഷ ഓർമ്മപ്പെടുത്തി. അതിനെ, ആ ഒരു പോയിന്റിനെ മുന്നിൽ വെച്ചുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു, ഭജനം പൂജനം ആരാധനയും സാധനയും ഹേ നിർത്തുക സാധു, നിജ ദേവാലയ മൂലയിൽ എന്തിനിരിക്കുന്നു നീ രുദ്ധ കവാടം, നിബൃത നിഗൂഢം ഇരുട്ടിലിരുന്ന് നീ ധ്യാനിക്കും ദൈവമതവിടെ നിലകൊൾവീല, നിമീലിത ലോചനം ഒന്ന് തുറക്കൂ, നന്നായി നോക്കൂ. കരിനില മുഴുകും കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കിയൊരുക്കും പണിയാളരോടും എരിവെയിലത്തും പെരുമഴയത്തും ചേർന്നമരുന്നു മണ്ണാർ നിരുകൈകളിലും, കൂടെ ചെളിയിൽ ഇറങ്ങൂ കളയൂ ശുഭ്രം വസ്ത്രം, നിനക്കങ്ങത് കിട്ടും സംസ്കൃതിയുടെ സർഗത്തുടലാൽ. വല്ലാത്ത വരികളാണ്. ഞാൻ SLC പഠിക്കുന്ന കാലത്ത് എല്ലാ കവിതയും എന്റെ ക്ലാസ്സിൽ ആദ്യം ചെല്ലാൻ എന്നോടായിരുന്നു ടീച്ചർ ആവശ്യപ്പെടുക. എന്നോടായിരുന്നു പറയാ. ആ കവിതകൾ ഇന്നും എന്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുകയാണ്. സമൂഹത്തിന്റെ ഭാഗമായി തന്നെ സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ. അവിടെ അധ്വാനിക്കുന്നവരുടെ കൂടെ ദൈവമുണ്ട് എന്ന് പറയും. എന്താണ് യഥാർത്ഥത്തിൽ ദൈവസങ്കല്പം? യഥാർത്ഥത്തിൽ എന്താണ്? ആരാണ് ദൈവം എന്നത് ശരിക്കും അറിയാതെ പോയ ഒരു ദുരന്തം, മഹാദുരന്തം നമുക്കൊക്കെ ഉണ്ട്. ആരാണ് ദൈവം എന്നറിയാത്ത ഒരു മഹാദുരന്തം. ഞാൻ ഈയിടെ, നിങ്ങൾക്കറിയാലോ, ചാനലിലൊക്കെ ഒരുപാട് മതങ്ങളുടെ പ്രോഗ്രാമുകൾ ഏർലി മോർണിംഗിൽ, പ്രഭാത പ്രോഗ്രാമുകളിൽ മതങ്ങളുടെ ഒരു സമ്മേളനം തന്നെയാണ്. എത്ര ഉദ്ഘോഷണങ്ങളാണ് അതിൽ. വളരെ പ്രഗത്ഭനായ സ്വാമിജി, നിങ്ങൾക്കറിയാം, അദ്ദേഹം ഞാൻ ഒത്തിരി കേൾക്കാറുണ്ട്. ആന്തരിക യുദ്ധത്തിന്റെ കഥ എന്ന് പറഞ്ഞ് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ഒരു ലേഖനം മാതൃഭൂമിയിൽ വന്നിട്ടുള്ള വളരെ പ്രസിദ്ധമായ, അതായത് ഈ 2012 ജനുവരി 21 ശനിയാഴ്ച വന്നിട്ടുള്ള ഒരു ലേഖനമാണ്. ഞാനന്ന് വായിച്ചപ്പോ പല ആളുകളോടും ഞാൻ പറയാം, ഈ ലേഖനത്തിലെ
കേനോപനിഷത്തിലെ ഒരു ശ്ലോകത്തെ പുരസ്കരിച്ചുകൊണ്ട് സ്വാമിജി പറയുന്ന വളരെ പ്രസക്തമായ, ഇത് ഹൈന്ദവ സഹോദരങ്ങൾ അഗാധമായി ചിന്തിക്കേണ്ട, നമ്മളൊക്കെ ഒന്നാകണമെന്ന് ആഗ്രഹിക്കും. അടിസ്ഥാനപരമായുള്ള സൗഹൃദം ഉണ്ടാവണം, അതായത് ഹൃദയത്തിൽ നിന്നുണ്ടാവണം, മനുഷ്യരൊന്നാവണം. അതിനുള്ള ഒരേ ഒരു വഴി മനുഷ്യന് ദൈവം പഠിപ്പിച്ച കൃത്യമായ, കാരണം ഒരു മൊബൈൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനി, ആ മൊബൈലിന്റെ ഒരു കാറ്റലോഗ് ഉണ്ടാവും. ആ കാറ്റലോഗ് അനുസരിച്ച് മൊബൈലിനെ വർക്ക് ചെയ്യിപ്പിച്ചാൽ കണ്ടീഷനായിട്ട് മുന്നോട്ട്. ഈ മൈക്ക് ഒന്നെങ്കിൽ ഹിറ്റാച്ചിയുടെ, അല്ലെങ്കിൽ അഹുജയുടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രസിദ്ധമായ, ഇതിനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഇതിനൊക്കെ ഒരു നിയമമുണ്ട്. ആ നിയമാവലി തെറ്റാതെ, ഇടത്തോട്ടും വലത്തോട്ടും തെറ്റാതെ കൃത്യമായി കൊണ്ടുപോയാൽ അത് ഏത് സംവിധാനവും, കുടുംബവും ജീവിതവും സമൂഹവും രാഷ്ട്രവും ഒക്കെ അങ്ങനെയാണ്. ആ നിയമത്തെ അനുധാവനം ചെയ്താൽ നല്ല സുഖത്തിൽ, നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞ പോലെ സമാധാനപൂർണമായി എല്ലാം നടന്നു പോകും. ഇതിൽ സ്വാമിജി ഒരു ശ്ലോകത്തെ പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതി തം ഉപാസതേ യശ്രോത്രേണ ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതി തം ഉപാസതേ. കേനോപനിഷത്തിലെ 1-ാം അധ്യായത്തില് 6-7 സൂക്തങ്ങളായിട്ടാണ്. അപ്പൊ ആ സൂക്തത്തെ വിശദീകരിച്ചുകൊണ്ട് സ്വാമിജി പറയുന്ന ഒരു ഭാഗം ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ വായിച്ചു കേൾപ്പിക്കാൻ വിചാരിക്കുകയാണ്. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തതും യാതൊന്നുകൊണ്ടാണോ കണ്ണുകൾക്ക് കാണാൻ സാധിക്കുന്നത്, ആ ചൈതന്യമാണ് ബ്രഹ്മമെന്ന് നീ അറിഞ്ഞാലും ബ്രഹ്മമെന്ന നിലയിൽ തന്നിൽ നിന്ന് അന്യമായി ഉപാധിയോടുകൂടി ഉപാസിക്കുന്നതൊന്നും ബ്രഹ്മമല്ല എന്ന് ധീരതയോടെ പ്രഖ്യാപിക്കുന്ന ഋഷീശ്വരൻ വിഗ്രഹാരാധനയുടെയും ക്ഷേത്രാരാധനയുടെയും പരിമിതിയെയാണ് പറയുന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഹൃദയമാണ് എന്നിവിടെ നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ച എന്റെ ഓർമ്മകളിൽ ഞാൻ പറയുന്നത്, ഇവിടെ വിഗ്രഹാരാധന, ഖബറാരാധന മനുഷ്യർക്കിടയില് ഇതെല്ലാം ശക്തമായി വേദഗ്രന്ഥങ്ങൾ എതിർത്തിട്ടുണ്ട് എന്നത് നമുക്കറിയാമോ? എന്തിനാ അത് എതിർത്തത്? അങ്ങനെ വരുമ്പോ മനുഷ്യർ വ്യത്യസ്തരാവുക ചെയ്യാം. ഖബറാരാധനയുള്ള ഒരു സമൂഹം വേറെ, വിഗ്രഹാരാധനയുള്ള ഒരു സമൂഹം വേറെ, യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു സമൂഹം വേറെ, വേറെ കുറെ ആളുകൾ ആരാധിക്കുന്നവർ വേറെ. ഇങ്ങനെ ആവുമ്പോ എന്തുണ്ടാവുക? അടിസ്ഥാനപരമായി അവർക്കിടയിൽ അകലുണ്ടാവും. സമ്മേളനങ്ങളിലൊക്കെ അവര് പരസ്പര സ്നേഹാണെന്നൊക്കെ പറയും. പക്ഷേ പ്രശ്നങ്ങളും ഇഷ്യൂസുകൾ ഉണ്ടാവുമ്പോ ഹൃദയത്തിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങും. അവിടെയാണ് മതഗ്രന്ഥങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കുന്ന ഏറ്റവും മൂല്യവത്തായ ഒരു കാര്യം. ഇപ്പൊ ഞാന് എന്റെ കയ്യിൽ ഇപ്പൊ ഓൾറെഡി ഒരു ബൈബിളിന്റെ ഓശാന ബൈബിളിന്റെ അച്ഛനും വളരെ തിരക്ക് കാരണം പോയതാണ്. ആ ഓശാന ബൈബിളിൽ ആവർത്തന പുസ്തകത്തിന്റെ 4-ാം അധ്യായം, ഈ 4-ാം അധ്യായത്തിൽ 3 സബ് ഹെഡിങ്ങുകൾ ഉണ്ട്. ആവർത്തന പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിൽ 3 സബ് ഹെഡിങ്ങുകൾ. ഒന്ന്, വിഗ്രഹത്തെ വണങ്ങരുത് എന്നാണ് ഒരു ഹെഡിങ്. 2-ാമത്തെ ഹെഡിങ് വിഗ്രഹാരാധനയുടെ ശിക്ഷ. 3-ാമത്തെ ഹെഡിങ് പ്രകൃതി ശക്തികളെ വണങ്ങരുത്. ഈ 3 ആവർത്തന പുസ്തകത്തിലെ 4-ാം അധ്യായത്തിലെ 17 മുതലുള്ള അല്ലെങ്കിൽ 14 മുതലുള്ള സൂക്തങ്ങളെ വായിക്കുന്നിടത്ത് വളരെ ഗൗരവമായി പറയുന്ന ഒരു വാചകമുണ്ട്. ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ച് നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടില്ലല്ലോ ഇല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്. ആകാശത്തിലെ പറവചാരികളുടെ രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്. ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്. ഭൂമിയുടെ ഉപരിതലത്തിലെ ജന്തുക്കളുടെ രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്. അറിയുക, നിന്റെ ദൈവം ഇതിന്റെ പേരിൽ നിന്നെ കഠിനമായി ശിക്ഷിക്കും എന്നിട്ട് പറഞ്ഞു. ആകാശത്തിലെ സൈന്യങ്ങളായ മനുഷ്യർക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച സൂര്യൻ, അവർ അപാരമായ വാക്ക്. മനുഷ്യർക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച സൂര്യൻ, അതുപോലെ ചന്ദ്രൻ, നക്ഷത്രാദികൾ, അതൊക്കെ മനുഷ്യർക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. അതൊന്നും ദൈവങ്ങളല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? നിങ്ങൾ ഇതിനെയൊക്കെ സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരനെ. കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം എന്നൊരു പുസ്തകം എഴുതിയിരുന്നു. വളരെ പ്രൗഢമായ നീലച്ചട്ടയുള്ള ഓം അസതോമാ സദ്ഗമയ എന്ന് ആ ചിഹ്നത്തോടു കൂടി ശ്രീരാമകൃഷ്ണ മഠം പുറനാട്ടുകര, അതില് കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകത്തിന്റെ 21 ചാപ്റ്ററിൽ 21-ാമത്തെ അധ്യായത്തിൽ, ഈ 21-ാമത്തെ അധ്യായം ഒന്നോ പലതോ, അദ്ദേഹത്തിന്റെ പേര് എങ്ങനെയാണ്? ഒന്നോ പലതോ. എന്നിട്ട് അതിന്റെ 148-ാമത്തെ പേജിൽ 148-ാമത്തെ പേജിലെ 3-ാമത്തെ പാരഗ്രാഫിൽ 2 വരികളുണ്ട്. ആ വരി ഇതാണ്: ഒരു ദേവിക്ക് ഒരു ദേവനും സ്വന്തമായി കഴിയില്ല. ഒരു പുൽക്കൊടി നീക്കാൻ പോലുമുള്ള കഴിവ് ഒരു ദേവീ ദേവനും ഇല്ല.
സാക്ഷാൽ ഈശ്വരൻ കഴിവ് കൊടുത്തിട്ടല്ലാതെ. സൂര്യനെയും ചന്ദ്രനെയും ആകാശത്തെയും ഭൂമിയെയും സർവ്വജരാരങ്ങളെയും സൃഷ്ടിച്ച സാക്ഷാൽ ദൈവം. ഇപ്പൊ ഋഗ്വേദം 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിൽ. ആ 10 മണ്ഡലമുള്ള ഋഗ്വേദത്തിന്റെ 121ാമത്തെ ഋക്കിലെ 1ാമത്തെ സൂക്തം അത് തുടങ്ങുന്നതിന് ഇങ്ങനെയാണ്: ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സതാധാര പൃഥ്വിയും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാഭിധേമ. ഈ ബ്രഹ്മത്തെ മുഴുവൻ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരൻ, ലോകത്തിന്റെ സൃഷ്ടാവ്, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും കൃമികീടങ്ങളെയും എല്ലാം സൃഷ്ടിച്ച സാക്ഷാൽ ദൈവം, അവനെയാണ് നിങ്ങൾ വണങ്ങേണ്ടത്. അവന്റെ മുമ്പിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. മഹാനിർവഹണ സ്തോത്രത്തിൽ കാണാം: ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാതൃപ്രകർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. ഏകം, അതിന് അറബിയിലെ അഹദ് എന്നാ പറയാ. അഡോണായ് എലോഹിൻ, അഡോണായ് എന്നാണ് സുറിയാനി ഭാഷയിൽ നിന്ന് ഹീബ്രു ഭാഷയിലേക്ക് ഭാഷാന്തരമുണ്ടായപ്പോൾ അഡോണായ് എലോഹിൻ, അഡോണായ് ഇലാഹ് എലോഹി. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ, അൽ ഇലാഹ് ആരാധ്യൻ. നാം ആരെയാണ് ആരാധിക്കേണ്ടത്? അവനെ ഏകനാണ്. അതാണ്, അവൻ ഒന്നിലധികം ഇല്ല. അതാണ് ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം. ഇനി അവന്റെ യോഗ്യത എന്താണ്? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. അവൻ ഈ ജഗത്തിനെ മുഴുവനും, സപ്താകാശങ്ങൾ, സപ്തഭൂമി, സപ്തസാഗരങ്ങൾ, അതിനിടയിലെ ഏകകോശ ജീവി മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലം വരെയുള്ള സകല ജീവവർഗങ്ങളെയും സൃഷ്ടിച്ച ലോകത്തിന്റെ തമ്പുരാൻ, ദ്വിദീപികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സാക്ഷാൽ ദൈവം. ഈ സ്റ്റേജിലും ഈ സദസ്സിലും ഒക്കെ ഇരിക്കുന്നവർക്ക് വായു നൽകിയ, വെള്ളം നൽകിയ സാക്ഷാൽ റബ്ബ് അല്ലാഹ്. അവനെ അറബി പറയുന്ന പേരാണ് അല്ലാഹു. പിന്നെ ബഹുമാനനായ ഫാദറോട് ഉണ്ടായിരുന്ന അറിയാം, അറബ് രാജ്യങ്ങളിൽ പോയവർക്കറിയാം, അറബിയിലെ ബൈബിളിൽ അല്ലാഹു എന്നാണ് ദൈവത്തെ പറ്റി പരിചയപ്പെടുന്നത്. അല്ലാഹു എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിന്റെ ദൈവമല്ല, ഒരു ഗ്രാമത്തിന്റെ ദൈവമല്ല. ഖുർആൻ പറയാണ്, ഖുർആനിലെ 30-ാം അധ്യായം 40-ാമത്തെ വചനം: അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും. ആരാ അല്ലാഹ്? ആരാ ദൈവം? അല്ലാഹുവേ എന്ന് മുസ്ലിങ്ങൾ വിളിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരാ അത്? അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. നിങ്ങളെ സൃഷ്ടിച്ചവൻ അവനാണ്, നിങ്ങളെ സംവിധാനിച്ചവൻ അവനാണ്. ഇപ്പൊ നിങ്ങൾ നോക്കേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ പറയാണ്, ലം യഖ്ലുഖു ദുബാബ, അദ്ദേഹം ഒരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി ആകട്ടെ, ശ്രീരാമനാകട്ടെ, ശ്രീകൃഷ്ണനാവട്ടെ, യേശു ക്രിസ്തു ആവട്ടെ, പിശാരിക്കാവിൽ അമ്മയാവട്ടെ, ഭഗവതി ദേവിയാകട്ടെ, ആരും ആവട്ടെ, അവരാരും ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. അവർ ദൈവത്തിന്റെ അടിമകളാണ്. അതുകൊണ്ട് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച സാക്ഷാൽ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും മഴയും വെയിലും എല്ലാം സംവിധാനിച്ചവൻ ആരോ അവനെ നിങ്ങൾ ദൈവമായി ആരാധിക്കുക. അപ്പൊ നിങ്ങൾക്കിടയിൽ വർഗീയതയില്ല, നിങ്ങൾക്കിടയിൽ വിഭാഗീയതയില്ല, നിങ്ങൾക്കിടയിൽ സംഘടനമില്ല. ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ് നാം എന്നും ഒറ്റ ദൈവത്തിന്റെ അടിമകളാണ് നാം എന്നും വന്നാൽ എങ്ങനെ നമ്മൾ ഭിന്നിച്ചു പോവുക? സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വം 7 വാള്യങ്ങളായിരുന്നു. പിന്നീട് വിപുലീകരിച്ച ആമുഖത്തോടെ 8 വോള്യങ്ങളായി പ്രസിദ്ധീകരിച്ചു. ആ 8 വോള്യങ്ങളും വായിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ വേദങ്ങൾ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്. വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലെ 512-ാമത്തെ പേജാണെന്നാണ് എന്റെ ഓർമ്മ. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൈനനും ഒന്നും വേറെ വേറെ ദൈവമില്ലേ, ഒറ്റ ദൈവം. അവനെ തിരിച്ചറിയാൻ കഴിയുക എന്നതാണ് നമുക്കിടയിലെ ഏറ്റവും. നിങ്ങൾ നോക്ക്, ബാല, ഇട, സുരേന്ദ്ര, ദേവകി, വാ, നമ്മൾ ഒന്നാണ്. ഒരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലിരുന്ന തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കിടയിലുള്ളൂ. ഈ സൂര്യൻ, ഈ ചന്ദ്രൻ, ഈ നക്ഷത്രങ്ങൾ എല്ലാം സാക്ഷാൽ ദൈവമല്ലേടാ നമുക്ക് നൽകിയത്. അവന്റെ വായുവല്ലേ നമ്മൾ കുടിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അതാ പറയും. വിശുദ്ധ ഖുർആൻ മനുഷ്യരെ ഖുർആനിലെ ഒരൊറ്റ വാചകത്തിൽ നിങ്ങൾക്ക് ഖബറാരാധന കാണാൻ കഴിയില്ല, പ്രവാചകന്മാരെ ആരാധിക്കുന്നത് കാണാൻ കഴിയില്ല. ഇപ്പൊ മുസ്ലിങ്ങൾക്കിടയിൽ കാസർഗോഡ് ജില്ലയിലാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. അവർ കാണിച്ചു കൂട്ടുന്ന പല ആചാരങ്ങളും അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് ഇസ്ലാം അല്ല. ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചു. കാരണം അത് നേരത്തെ പറഞ്ഞ പോലെ ചൂഷണമാണ്. മനുഷ്യരെ ദൈവത്തിന് എന്തിനാ പണം? ദൈവത്തിന് എന്തിനാ പണം? ദൈവത്തിന് പണം ആവശ്യമില്ല, ദൈവത്തിന് ഭക്ഷണം ആവശ്യമില്ല, എല്ലാം അവൻ നമുക്ക് നൽകുക. ആ ദൈവത്തെ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനാണ് വിശുദ്ധ ഇസ്ലാമിൽ നിങ്ങൾ കാണാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതൊരു അക്രമ സ്വഭാവത്തിന്റെ ഭാഷയല്ല. ഒരു ആരാധ്യനും ഇല്ല സാക്ഷാൽ ദൈവമല്ലാതെ.
സാക്ഷാൽ ദൈവത്തെയാണ് അതാണ് ആ പ്രഖ്യാപനം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ? ഹിന്ദുവിനെതിരല്ല, അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലുത് ആണല്ലോ. കാരണം ഈ കണ്ട 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാനുള്ള വ്യാപ്തിയുണ്ട് സൂര്യന്. 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാനുള്ള വലുപ്പം സൂര്യന്. ആ സൂര്യന്റെ 10 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങൾ 10,000 കോടി നക്ഷത്ര കുടുംബമുണ്ട് ഒരു കുടുംബത്തില്. അങ്ങനെയുള്ള 10,000 കോടി നക്ഷത്ര കുടുംബമുണ്ട്. അതായത് നമ്മൾ പറയും ഇപ്പൊ എന്റെ കുടുംബത്തിൽ നിങ്ങൾ 15, 20, 30 മെമ്പർമാരാണെങ്കിൽ അങ്ങനെയുള്ള 10,000, അതുപോലെ 10,000 കോടി നക്ഷത്രങ്ങളുള്ള ഒരു കുടുംബം, അങ്ങനെയുള്ള 10,000 കോടി നക്ഷത്ര കുടുംബം. ഇതെല്ലാം സംവിധാനിച്ച നമ്മളൊക്കെ അല്ലാഹുവേ, ഈശ്വര, ദൈവമേ, ഉടയതമ്പുരാനെ, പടച്ചതമ്പുരാനെ എന്നൊക്കെ വിളിക്കുന്ന സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ. അറബിയിൽ റബ്ബ് എന്നാ പറയാ. റബ്ബ് എന്ന അറബി പദത്തിന്റെ അർത്ഥം ഒരു അരയാൽ കുരു. നിങ്ങൾ കണ്ടിരുന്ന വളരെ മൈന്യൂട്ടായ ആ അരയാൽ കുരുവിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അതിന്റെ എൻഡ് വരെ അതിന്റെ വികാസ പരിണാമങ്ങളിൽ സമ്പൂർണമായ അതിനാവശ്യമായ എല്ലാം നൽകുന്നവൻ. ഒരു ഇന്ദ്രിയ തുള്ളിയെ ഗർഭപാത്രത്തിൽ വെച്ച് ആ ഗർഭപാത്രത്തിൽ നിന്ന് വളർത്തി ഊട്ടി വലുതാക്കി ഇന്ന് നമ്മൾ കാണുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന സാക്ഷാൽ ഈശ്വരൻ. നമ്മുടെ വിരലും നമ്മുടെ മുടിയും നമ്മുടെ ബിരികവും നമ്മുടെ കണ്ണും എല്ലാം വ്യത്യസ്തമായി സൃഷ്ടിച്ചെന്ന അത്ഭുതം സൃഷ്ടിച്ച സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ. അവനെ ആരാധിക്കാനാണ് മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്. ഇതാണ് വേദം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, വേദം ഇതിനെതിരെ, അതായത് ഇപ്പൊ നിങ്ങൾക്കറിയാം ദി ലൈറ്റ് ഓഫ് ട്രൂത്ത്, സത്യാർത്ഥ പ്രകാശം, സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജത്തിന്റെ സ്ഥാപകനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ 12ാമത്തെ പേജ്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ 13ാമത്തെ പേജ്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ 38ാമത്തെ പേജ്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ 515ാമത്തെ പേജ് വിഗ്രഹാരാധനയുടെ 16 ദൂഷ്യങ്ങൾ വിശദീകരിച്ചിട്ട് ഏകനായ ദൈവത്തെ ആരാധിക്കാൻ രാജാറാം മോഹൻ റോയ് അത് പ്രഖ്യാപിച്ച് നാടുവിടേണ്ടി വന്ന ആളാണ്. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു ഏകനായി, നമുക്ക് സൂര്യനെ ചന്ദ്രനെ നൽകിയ ഏകനായ ദൈവത്തെ നമ്മൾ നെഞ്ചിലേറ്റുമ്പോൾ നമ്മൾ എല്ലാവരും അടിസ്ഥാനപരമായി ഒന്നായി, അടിസ്ഥാനപരമായി നമ്മൾ ഒന്നാകും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പറയും, നിങ്ങൾക്കറിയല്ലോ, മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകന്റെ പ്രതിമ നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ തകർക്കുന്ന വിഷയമുണ്ടോ? അത് തകർത്തിട്ട് ഹിന്ദു മുസ്ലിം വൈരമോ ക്രിസ്ത്യൻ മുസ്ലിം വൈരമോ നിരീശ്വരവാദികളും ഇത് തകർത്തവരും തമ്മിലുള്ള വൈരം ഉണ്ടായിട്ടുണ്ടോ? 1400 വർഷങ്ങൾ പിന്നിട്ടു. ഇല്ല. BR അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു, 4 ആളുകൾ ബോംബെയിൽ കൊല്ലപ്പെട്ടു. ഞാൻ പറയുന്നത്, നമ്മൾ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ മൂലകാരണത്തിലേക്ക് കടന്നു ചെന്നിട്ട് അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു രോഗം വിദഗ്ധനായ ഒരു ഡോക്ടർ പരിശോധിച്ചാൽ അതിന്റെ വേരുകളെ അറുക്കുമ്പോഴാണ് ആ രോഗം മനുഷ്യന് അപ്രത്യക്ഷമാവുക. വേരുകളെ അറുത്തുകൊണ്ട് രംഗപ്രവേശനം നമ്മൾ ചെയ്താൽ ഈ സമൂഹത്തിൽ സമൂലമായ പരിവർത്തനം ഉണ്ടാവും. അതിന് വേണ്ടത് ഈ മാതൃഭൂമിയിലൊക്കെ ലേഖനം എഴുതിയ ഇവിടെ ഇരിക്കുന്ന ബഹുമാനനായ സ്വാമിജി പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനവുമായുള്ള വേദികളിൽ പങ്കെടുക്കാനും പ്രസിദ്ധീകരണത്തിൽ എഴുതാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുള്ള സ്വാമിജി, ഞങ്ങളൊക്കെ, അതായത് മതരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ കൃത്യമായി ഉള്ളിലൊന്നും പുറത്തൊന്നുമില്ലാതെ വളരെ ക്ലിയറായി മതം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ നമുക്കിടയിൽ പ്രശ്നങ്ങളില്ല. നിങ്ങൾ നോക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യുദ്ധക്കൊതിയനായി ചിത്രീകരിക്കുന്നുണ്ട്. ഞാൻ ഇസ്ലാമിനെ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രവാചകനെ തെറ്റിദ്ധരിക്കരുത്. കരുണാവാൻ നബി, മണിമുക്തി രത്നമോ എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഇരിക്കുമ്പോൾ വിദേശീയനായ ഒരു ആചാര്യൻ വരും. മുഹമ്മദ് എന്ന പേരിൽ ഖ്യാതി നേടുന്ന ഒരു പ്രവാചകൻ, ശിഷ്യന്മാരോടുകൂടി വാഴുന്ന ഒരു പ്രവാചകൻ. ഈ പ്രവാചകനെ ശരിക്ക് പഠിക്കാൻ മുസ്ലിങ്ങൾക്കും കഴിഞ്ഞില്ല, ബാക്കിയുള്ള ആളുകൾ കഴിഞ്ഞില്ല. നിങ്ങൾ നോക്ക്, ആ പ്രവാചകനും അനുയായികളും ഒരു യാത്ര ചെയ്യുകയാണ്. അപ്പൊ പ്രവാചകന് നല്ല തണുത്ത രാത്രി, പ്രവാചകന് വേണ്ടി അവർ ടെന്റ് ഒരുക്കി. ആ ടെന്റിൽ പ്രവാചകൻ ഇരിക്കുന്നതിനിടയിലാണ് ആ തണുത്ത രാത്രി ആയതുകൊണ്ട് അവര് തീയിട്ടു. അവിടെ തണുപ്പിന് രക്ഷപ്പെടാൻ വേണ്ടി തീയിട്ടു. പ്രവാചകൻ ഓടി അവിടെ വന്നു നോക്കുമ്പോൾ ഉറുമ്പുകൾ ചാലിട്ട് ഇങ്ങനെ പോകും. പ്രവാചകൻ കോപാകുലനായി. ഉടനെ അനുയായികൾ വിളിച്ചു വരുത്തി പറഞ്ഞു, ആരാ ഇവിടെ ഈ തീയിട്ടത്? നിങ്ങൾ കണ്ടില്ലേ ഈ ഉറുമ്പുകളെ? വേഗത്ത് തീയണക്കാൻ പറഞ്ഞു. വേഗത്ത് തീയണച്ച് എല്ലാ ഉറുമ്പുകളും സുരക്ഷിതരായി എന്നറിഞ്ഞപ്പോ അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചു, അൽഹംദുലില്ലാഹ്. എന്നിട്ട് അനുയായികളോട് പറഞ്ഞു, ഒരു ഉറുമ്പിനെ പോലും അഗ്നിക്കിരയാക്കുന്നത് ഇഷ്ടപ്പെടാത്ത പ്രവാചകനാണ് ഞാൻ. നിങ്ങളിത് മനസ്സിലാക്കുക. ഒരു ഉറുമ്പിനെ പോലും അഗ്നിക്കിരയാക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകന് ഹിന്ദുവിനെ കൊല്ലാൻ കഴിയില്ല, ക്രിസ്ത്യാനിയെ കൊല്ലാൻ കഴിയില്ല. അത് മതമല്ല. ഇനി ഏത് മതത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇസ്ലാമിനൊരു പ്രത്യേകതയുണ്ട്, ആരെയും നിർബന്ധിച്ചിട്ടില്ല മതം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആരെയും ലാ ഇക്റാഹ
ഫിദ്ദീൻ, ഖുർആന്റെ 2-ാം അധ്യായം 255-ാമത്തെ വചനമാണ്. മതം ആരെയും നിർബന്ധിച്ചില്ല, അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഇല്ല ഇല്ല, ആരെയും അടിച്ചേൽപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് പറയാം, അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കട്ടെ. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. ദൈവത്തോട് നന്ദി കാണിച്ച് നല്ലത് സ്വീകരിച്ചവർ ജീവിച്ചവർ രക്ഷപ്പെടും. ഷുവർ, ദൈവം പഠിപ്പിച്ചനുസരിച്ച് ജീവിച്ചാലേ രക്ഷപ്പെടുള്ളൂ, അതിൽ സംശയമില്ല. അതാണ് മതത്തിന്റെ കാതലായ വശം. ദൈവത്തിൽ നിന്ന് ഉറപ്പുള്ളത് സ്വീകരിച്ചു നോക്കി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു പ്രശ്നവും ലോകത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കുട്ടി ഒരു മരപ്പത്ത് കയറിയിട്ട് ഒരു പ്രാവിന്റെ കുട്ടിയെ കൊണ്ടുപോയി കൊടുത്തു. പ്രവാചകൻ കൈവലിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകി, താടി രോമങ്ങളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകി. അപ്പൊ അനുചരൻ ചോദിച്ചു, അങ്ങൊന്നിന് എന്റെ സമ്മാനം ഇഷ്ടപ്പെട്ടില്ലേ പ്രവാചക? എന്റെ സമ്മാനം അങ്ങൊന്നിന് ഇഷ്ടപ്പെട്ടില്ലേ എന്ന ചോദ്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. പ്രവാചകൻ പറഞ്ഞു, ഇല്ലേ കുട്ടി, ഇതിന്റെ തള്ളപ്പക്ഷി നിന്നെ കണ്ടില്ലേ? ഈ പ്രാക്കുഞ്ഞിനെ പ്രാപ്പത്തിൽ കയറി മരപ്പത്തിൽ കയറി നീ എടുത്തപ്പോ ഇതിന്റെ തള്ളപ്പക്ഷി കണ്ടില്ലേ മോനെ? അപ്പൊ ആ കുട്ടി പറഞ്ഞു, അതെ, ആ തള്ളപ്പക്ഷി എന്റെ പിന്നാലെ വന്നു, എന്റെ കൈകളിൽ കൊത്തിക്കൊണ്ടിരുന്നു, എന്നിട്ടും ഞാൻ അങ്ങയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ ഇത്. പ്രവാചകൻ പറഞ്ഞു, മോനെ, ഇതിന്റെ തള്ളപ്പക്ഷി ക്ഷീണിച്ച് അവശയായി അതിന്റെ കൂട്ടിൽ വന്നിരുന്ന് നിരാശപ്പെടില്ലേ? അതെനിക്ക് സഹിക്കാനേ വയ്യ മോനെ. അതുകൊണ്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി അതിന്റെ കൂട്ടിൽ വെച്ച് അതിന്റെ തള്ളപ്പക്ഷി നിരാശയോടുകൂടി വരുമ്പോ ആ കുട്ടിയെ കണ്ട് സന്തോഷിക്കണമെങ്കിൽ അതാണ് മോനെ ഈ പ്രവാചകൻ ഏറ്റവും ഇഷ്ടം. അത് പഠിപ്പിച്ച വിശ്വാചാര്യൻ ജൂതന്റെ ശവമഞ്ച വേട്ടിപ്പോയപ്പോ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞ മുഹമ്മദ് നബി. ഇനി നിങ്ങൾ ആലോചിച്ചേ, ഇവിടെ ബഹുമാനനായ നമ്മുടെ ഉദ്ഘാടകൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, മതത്തിന്റെ മാനവിക മൂല്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഗൗരവമായി ആലോചിച്ചിട്ടുണ്ടോ? പ്രവാചകൻ പറയണ ദൈവസന്നിധിയിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ, ദൈവസന്നിധിയിൽ ശിക്ഷിക്കപ്പെടുന്ന. എന്തുകൊണ്ട്? ദൈവം ചോദിക്കുമത്രേ, എടോ ഞാൻ പട്ടിണി കിടന്നു, നീ എനിക്ക് ഭക്ഷണം നൽകിയില്ല. അപ്പൊ മനുഷ്യർ ദൈവത്തോട് ചോദിക്കുമത്രേ, ദൈവമേ നിനക്ക് പട്ടിണിയോ? അപ്പൊ ദൈവം പറയാ, അതേടോ, എന്റെ അടിമ നിന്റെ സഹോദരൻ അയൽ വീട്ടിലെ മാധവൻ അവനവിടെ പട്ടിണി കിടന്നിരുന്നു, നീ അവിടെ ചെന്നവന് ഭക്ഷണം കൊടുത്തിരുന്നു, നിനക്കെന്നെ അവിടെ കാണാമായിരുന്നു. വല്ലാത്തൊരു സംഭവമാണിത്. ഇത് പഠിപ്പിച്ച മതാണ് ഇസ്ലാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. തീർന്നില്ല, വീണ്ടും ദൈവം ചോദിക്കും, എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് വെള്ളം നൽകിയില്ല. എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് വെള്ളം നൽകിയില്ല. കേട്ടോ, എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് വെള്ളം നൽകിയില്ല. അപ്പൊ അടിമ ചോദിക്കും, ദൈവമേ നിനക്ക് ദാഹമോ? അപ്പൊ പറയും, ദാഹിച്ച ഇന്ന വ്യക്തി വെള്ളം ചോദിച്ച് നിന്റെ അടുത്ത് വന്നല്ലോ. തമിഴ്നാട്ടുകാരനായ വൈരൂപിയായ ഒരു സഹോദരൻ വന്നിട്ട്, അയ്യാ പസിക്കുതയ്യ, സാപ്പാട് കൊടുക്കുകയ്യ, അയ്യാ തണ്ണി ഊറ്റുകയ്യ എന്ന് പറഞ്ഞപ്പോ അവനെ ആട്ടി ഓടിച്ചു നീ. ഇത് തന്നെ, ഇതാണ് നേർക്ക് നേരെയുള്ള മതം എന്ന് പറയുന്നത്. വീണ്ടും ആ ദൈവം ചോദിക്കുകയാണ്, ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ല. ദൈവമേ നിനക്ക് രോഗമോ? അതെ, എന്റെ ഇന്നാലിന്നടിമ ഇന്ന വീട്ടിൽ രോഗിയായി കിടന്നു, പക്ഷെ നീ പോയി സന്ദർശിച്ചില്ല. ഇനി പറയൂ, മതത്തിന് മാനവിക മുഖമുണ്ടോ? മതത്തിന് മനുഷ്യനുമായുള്ള മൂല്യമുണ്ടോ? യഥാർത്ഥ മതം ഇതാണ്. ഇതാ ദൈവം അവതരിപ്പിച്ച്. ഇതിനെ വെറുക്കേണ്ടതില്ല, ഇതിനെ എതിർക്കേണ്ടതില്ല. ഇസ്ലാം എന്ന മതത്തിന്റെ അർത്ഥം പോലും സമാധാനം എന്നാണ്. അതിന്റെ പേരിലല്ലേ എന്തെല്ലാം ഇവിടെ. അതിൽ ഏറ്റവും പ്രധാനമാണ് ഒരു താടി നീട്ടിയ മുസ്ലിമിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം. സ്വാമിജിക്ക് താടിയുണ്ട്. ഈ താടി എന്ന് പറയുന്നത് ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ, ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ അത് പറയേണ്ടവനാ ഞാൻ. കാരണം ഏറെ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ ഈ രംഗത്ത്. ട്രെയിനിലൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത, പലപ്പോഴും പല സന്ദർഭങ്ങളിലും ട്രെയിനിലുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ. താടി വെച്ച് ഒരു ബാഗ് എവിടെയും വെച്ച് ഒന്ന് മൂത്രമൊഴിക്കാൻ പോയാൽ ഇത് ബോംബാണ് എന്നാണ് ആളുകൾ പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? എന്തൊരു സ്വസ്ഥതക്കേടാണ്. താടി കൊണ്ടാണോ ബോംബ് ഉണ്ടാക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവർ, ഇതിന് ബുദ്ധിയുണ്ടോ? ഇതിന് വിവേകമുണ്ടോ? ഇതിന് ശാസ്ത്രബോധമുണ്ട്? ഇതൊരു രോമമല്ലേ? അത് തലയിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ഒന്നല്ലേ? ഇനി ഒരു ഹിന്ദുവിനെ കാണുമ്പോൾ താടിക്കാണോ ദേഷ്യം വരിക? ഒരു മുസ്ലിമിനെ കാണുമ്പോൾ താടിക്കാണോ ദേഷ്യം വരിക? മനസ്സിലല്ലേ ദേഷ്യവും വിരോധവും വിദ്വേഷവും സ്നേഹവും കാരുണ്യവും ആദരവും ഒക്കെ? പിന്നെ എങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഗീതാഞ്ജലി ഉദ്ധരിച്ചു, രവീന്ദ്രനാഥ ടാഗോറിന് ഉദ്ധരിച്ചു. ആ താടി എത്രയാ? ഇത്ര. ചട്ടമ്പി സ്വാമികളുടെ താടി ഇത്രയാ അല്ലേ? ഗുരു നിത്യ ചൈതന്യേതി ഞാൻ ഗുരുതുല്യം സ്നേഹിക്കുകയും ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുകയും താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗുരു നിത്യ ചൈതന്യേതിയുടെ താടി എത്ര മനോഹരമാണ്, വെളുത്ത് ഇടതൂർന്ന.
അപ്പൊ ഈ താടി വിവേകത്തിന്റെ, പക്വതയുടെ, ജ്ഞാനത്തിന്റെ അടയാളമായിട്ടാണ് മതം കണ്ട്. ഞാൻ നിങ്ങൾക്ക് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് എന്തിനാ ഇത് പറയുന്നത്? ഇപ്പൊ നിങ്ങൾ നോക്ക്, ഭവിഷ്യൽ പുരാണം, കൃഷ്ണദ്വൈപായന വേദവ്യാസൻ, ഈ ലേഖനത്തിൽ അത് ഉദ്ധരിക്കുന്നുണ്ട് സ്വാമിജി. കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്ത് പറയാണ്, വരാനിരിക്കുന്ന പ്രവാചകന്റെ അനുയായികളുടെ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ ഒരു ഗുണം, അവർ ചേലാകർമ്മം ചെയ്യുന്നവരായിരിക്കും. ലിംഗഛേദശിഖാഹീന, അവർ ചേലാകർമ്മം ചെയ്യും. 2, മീശ വെട്ടി താടി നീട്ടുന്നവരായിരിക്കും അവർ. അപ്പൊ കൃഷ്ണദ്വൈപായന വേദവ്യാസൻ വരെ ഭവിഷ്യൽ പുരാണത്തിൽ മുസ്ലിമിന്റെ ചിഹ്നമായിട്ട് താടി എണ്ണിയത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് താടി എന്താണ്? ഒരു മുസ്ലിമിന്റെ അടയാളമാണ്. സകല പ്രവാചകന്മാരും താടിയുള്ളവരാണ്. യേശുക്രിസ്തു ക്ലീൻ ഷേവല്ല. കാരണം ലേവ്യ പുസ്തകത്തിൽ പറയുന്നത് താടിയുടെ അറ്റം പോലും കട്ട് ചെയ്യാൻ പാടില്ല. അതൊരു മതത്തിന്റെ, ദൈവം നിശ്ചയിച്ച പ്രകൃതിയുടെ ഭാഗമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചേ, ആൺസിംഹവും പെൺസിംഹവും. ആൺസിംഹത്തിന്റെ പൂട പഠിച്ചാൽ പിന്നെ ആണിനെന്ത് യോഗ്യതയുള്ളത്? ആണിന് പിന്നെ എന്ത് യോഗ്യതയുള്ളത്? ഇത് അതിന്റെ ഭാഗമാണ്. ഇത് ആർക്കെതിരുമല്ല. ശരിക്കും പറഞ്ഞാൽ താടി നീട്ടുന്തോറും പക്വത ഉണ്ടാവുക. ഈ താടി വെച്ചിട്ട് എനിക്ക് സിനിമാ തിയേറ്ററിന് മുമ്പിൽ ക്യൂ നിൽക്കാൻ പറ്റും, കള്ളിഷാപ്പിന് മുമ്പിൽ ക്യൂ നിൽക്കാൻ പറ്റും, വേശ്യാലയത്തിന് മുമ്പിൽ ക്യൂ നിൽക്കാൻ പറ്റും. കാരണം ഇതൊരു ബഹുമാനമുണ്ട്, അല്ലേ? ഒരു സ്വാമിജി താടി വെച്ച് ഒരു സ്വാമിജി കയറി വരുമ്പോൾ കുറെ കൂടെ റെസ്പെക്ട്, ഒരു ബഹുമാനം. അത് മതചിഹ്നമാണ്, അല്ലാത്തത് വൈരമല്ല. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികളൊക്കെ ക്ലീൻ ഷേവ് ആയിരുന്നു. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദികളൊക്കെ നിങ്ങൾ പഠിച്ചോ? ഓൾ ഇന്ത്യ ലെവലിൽ മാത്രം ലോകത്തെവിടെയും അവർക്കിതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഭീകരവാദത്തിന്റെയോ തീവ്രവാദത്തിന്റെയോ ചിഹ്നമല്ല ഇത്. നിങ്ങൾക്ക് ഞാൻ ആധികാരികമായി, ഇപ്പൊ നിങ്ങളുടെ താടിയുടെ അറ്റം മുറിക്കരുത്, ബൈബിളിൽ ഇന്നും അതുണ്ട്. ലേവ്യ പുസ്തകത്തിലെ 19:27 കാണാം. വായിച്ചെടുക്കേണ്ട കാര്യമാണ്. എന്തിനധികം, അമോന്യ രാജാവായ ഹാനൂനിന്റെ അടുത്തേക്ക് ദാവൂദ് പ്രവാചകൻ 2 ദൂതന്മാരെ അയച്ചു. അവര് സംശയിച്ചിട്ട് ഒരു ചാരന്മാരായിട്ട് രാജാവ് എന്ത് ചെയ്തു? അവരുടെ ഡ്രസ്സ് അവരുടെ ചെസ്റ്റിൽ വെച്ച് കട്ട് ചെയ്തു. അവരുടെ ഒരു ഭാഗത്ത് താടിയും പഠിച്ചു കളഞ്ഞു. ഈ വിവരം അറിഞ്ഞ ദാവൂദ് അലൈഹിസ്സലാം ദൂതനെ പറഞ്ഞയച്ചു. 2 സാമുവേലിന്റെ 10-ാം അധ്യായത്തിൽ 5 പറയാണ്. എന്താ പറയുന്നത്? അവിടെ അവർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തെന്നറിയോ? നിങ്ങളുടെ താടി പൂർണ്ണമായി വളർന്ന് അത് നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ വന്നിട്ടല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. ഇത് മതത്തിന്റെ ചിഹ്നമാണ്. ഇസ്ലാം എന്തിനാ താടി വെച്ചത്? എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച എല്ലാ സെമിറ്റിക് മതങ്ങളുടെയും അടിസ്ഥാന കാര്യമായിരുന്നു താടി. ഒരു പുരുഷന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരുന്നു താടി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരുപാട് ചിന്തിക്കുന്ന ഒരു നാടിന്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന ഈ മണ്ണിൽ താടിയുള്ളവരെ നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കരുത്. അതെനിക്ക് നിങ്ങളോട് ഹൃദയം തുറന്ന് പറയാനുള്ള ഒരു കാര്യമാണ്. മതം എന്ന് പറയുന്നത്, ഇനി നിങ്ങൾ ആലോചിച്ച് നമ്മുടെ ജീവിതം. ഞാൻ ഇന്ന് എനിക്ക് മെനയാതെ എന്റെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്ത് അയൽവാസി, അവന്റെ ഭാര്യയുടെ ഉമ്മ രാത്രി കിടന്നതാണ്, പകലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നു. ഈ മരണം എന്ന് പറയും നമ്മളെയൊക്കെ വന്ന് ഭവിക്കാവുന്ന, നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒന്നാണ്. ഞാൻ അവസാനിപ്പിക്കുകയും, നമുക്കൊക്കെ വന്ന് ചേരാവുന്ന ഒന്നാണ് മരണം. ഈ മരണം വരുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായ ദൈവത്തിന്റെ മതം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടോ? മാനവ വിമോചനത്തിന്റെ സാക്ഷാൽ മതം. കളവ് നടത്തരുതേ, പലിശക്ക് കൊടുക്കരുതേ, വ്യഭിചരിക്കരുതേ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുതേ എന്നൊക്കെ ലോകത്തെ പഠിപ്പിച്ച, നിങ്ങൾ നോക്കൂ, മുഹമ്മദ് നബി ഭരിച്ച നാട് കള്ളിഷാപ്പില്ലേ? അവിടെ അന്ന് പ്രവാചകൻ ഭരിച്ച, കള്ളിഷാപ്പില്ലാത്തൊരു സമൂഹത്തെ ഭരിച്ചു പ്രവാചകൻ. അത് മതത്തിന്റെ പവറാണ്. മതം പഠിപ്പിച്ച് വേശ്യാലയമില്ല പ്രവാചകൻ. ലോകത്തൊരു ഭരണാധികാരിയും ഞാൻ അരിച്ചു പെറുക്കി പഠിച്ചിട്ടുണ്ട്. പലിശാലയമില്ലാത്ത, വേശ്യാലയമില്ലാത്ത, ചാരാലയമില്ലാത്ത ഒരു നാടിനെ ദൈവവിശ്വാസത്തിലൂടെ വാർത്തെടുത്തു. വോൾട്ടയർ എന്ന വിഖ്യാതനായ നേതാവ് പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ പാൽക്കാരൻ ദൈവവിശ്വാസിയായത് എനിക്ക് മെച്ച, കാരണം ഒരിക്കലും പാല് വെള്ളം ചേർക്കൂല. മഹാഭാരത യുദ്ധം നടക്കും, അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. മഹാഭാരത യുദ്ധം നടക്കുമ്പോ പിന്നെ മഹാനായ ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു വാക്ക് അർജുനനോട്. അർജുനൻ പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യില്ല. ദ്രോണാചാര്യർ, ഭീഷ്മാചാര്യർ, അശ്വത്ഥാമാവ്, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ, ഇവരൊക്കെ ഞാൻ യുദ്ധം ചെയ്യില്ല. ആ സമയത്ത് ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു വാക്കുണ്ട്. ശ്രീമദ് ഭഗവത്ഗീത 18 അധ്യായമുള്ളതാണ്. ഭീഷ്മപർവം മുതൽ ആരംഭിക്കുന്ന 25-ാം അധ്യായം മുതൽ 42 വരെ നീണ്ടു കിടക്കുന്ന മഹാഭാരതത്തിലെ പ്രസക്തമായ ഒരു ഭാഗം. അതിന്റെ 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, ഹദോവ പ്രാപ്സസി സ്വർഗം ജിദോവ ബോക്ഷസി മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. അല്ലയോ അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട നിനക്ക് സ്വർഗത്തിലെത്താം. സ്വർഗവും നരകവും ഉണ്ടെന്നാണ് മതം കാതലായി പഠിപ്പിക്കുന്നത്.
മരണത്തിന് ശേഷമുള്ള നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മളറിയാതെ നമുക്കൊരു ജീവിതം നൽകി. നമ്മളെ സൃഷ്ടിച്ചില്ലേ ഒരു സൃഷ്ടാവ്. ആ സൃഷ്ടാവ് നമ്മളെ വീണ്ടും സൃഷ്ടിക്കില്ല എന്ന് പറയാൻ എന്താ തെളിവ്? എന്നെയും നിങ്ങളെയും ഒരു ബീജം പോലും അല്ലാത്ത 200 കോടി ബീജഗണങ്ങളിലെ ലക്ഷണമൊത്തൊരു ബീജത്തെ അണ്ടവുമായി കൂട്ടിച്ചത്. അതാണ് സൈക്കോട്ട്. അതാണ് എംബ്രിയോളജി പഠിച്ച കിട്ടുക. അങ്ങനെ നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്റ്റേജിലിരിക്കുന്ന മഹാവ്യക്തിത്വങ്ങളെ പടച്ചോൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെ വീണ്ടും മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ് മതം പറയുന്നത്. ഇസ്ലാം ലോകത്തിന് മുമ്പിൽ പറയുന്നത് നിങ്ങളെ ഇതുപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കും. നിങ്ങളെ ഇതുപോലെ ഒരു ജന്തുവായി മറ്റൊന്നും നിങ്ങളെ ഇങ്ങനെ നിങ്ങൾക്ക് ഈ വേദി ബോധ്യപ്പെടുത്തി തരും, ഈ സദസ്സ് ബോധ്യപ്പെടുത്തി തരും, നിങ്ങളുടെ സംസാരം ബോധ്യപ്പെടുത്തി തരും, നിങ്ങൾ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. അങ്ങനെ ഒരു ദൈവിക സദസ്സിൽ നിങ്ങൾ വരാൻ പോകുന്നു. അവിടെ രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ പൂർണ്ണമായി അവനെ മാത്രം ആരാധിക്കണം. കല്ലും മുള്ളും മുരടും മൂർക്കൻ ബാബും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറുകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മനുഷ്യരും ആരാധിക്കപ്പെടുന്നതിൽ നിന്ന് ഇതിനെയെല്ലാം സൃഷ്ടിച്ച സാക്ഷാൽ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് മനുഷ്യർ വളരണം. എന്നിട്ട് അവന്റെ നിയമം ആചരിച്ച് ഭാര്യയെ ആക്രമിക്കാതെ, നാട്ടുകാരെ ആക്രമിക്കാതെ, മനുഷ്യർക്കൊക്കെ സ്നേഹം ചെയ്ത് ഭക്ഷണം കൊടുത്ത്, ഇനി ഇതൊന്നും വിശ്വസിച്ചില്ല ഒരുത്തൻ എങ്കിൽ അവന്റെ നേരെ കുതിര കയറാൻ മതം പഠിപ്പിച്ചില്ല. അവനെ സ്വതന്ത്രമായി വിട്ടേക്കാൻ, അവന്റെ ചിന്തക്കനുസരിച്ച് അവനോട് പറയാം, നിന്റെ വിശ്വാസത്തിൽ ഇന്ന് ജീർണതയുണ്ട്, നിന്റെ വിശ്വാസത്തിൽ ഇന്ന് തകരാറുണ്ട്, നീ അത് തിരുത്തണം, തിരിച്ചേ നിനക്ക് ദൈവസന്നിധിയിൽ രക്ഷപ്പെടാം. അത് പറയാനേ എനിക്ക് അവകാശമുള്ളൂ. ഉപദേശിക്കുക, നിർബന്ധിക്കരുത്, ഹേമം ചെലുത്തരുത്, വാളെടുക്കരുത്, കൊല്ലരുത്. നമ്മളൊക്കെ സഹോദരങ്ങളാണ്. ഒരൊറ്റ പോയിന്റ് പറയട്ടെ, ഒരിക്കലും തമ്മിൽ തെറ്റുന്നൊന്നും നമുക്കിടയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ മതത്തിന്റെ ആചാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടമെടുക്കലല്ല സൗഹാർദ്ദം. എന്റെ മതത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എനിക്ക് മറ്റൊരു മതവിശ്വാസിയെ സ്നേഹിക്കാനും അവന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവന് ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കാനും എന്റെ മക്കളും അയൽവാസികളും നല്ല നിലയിൽ. എന്റെ തൊട്ടയൽപ്പക്കത്ത് കേസരിയുടെ പത്രാധിപർ ഗോപാലൻകുട്ടി മാഷാണ് എന്റെ അയൽവാസി. അതിനപ്പുറത്ത് RSS നേതാക്കന്മാരുണ്ട്, BJP-കാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, വലിയ SC ഷൺമുഖദാസ് അടക്കമുള്ള വലിയ നേതാക്കന്മാർ, കേരളത്തിൽ അറിയപ്പെട്ട ആളുകൾ. ഞങ്ങളൊക്കെ നല്ല സ്നേഹത്തിലാണ്. ഇന്നുവരെ ഒരു കമ്മ്യൂണൽ റയോൺ ഞങ്ങളുടെ നാട്ടിലില്ല. കാരണം മതത്തെ ശരിക്കും മതസ്രോതസ് എന്ന് മനസ്സിലാക്കിയാൽ, നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഒരു യഥാർത്ഥ ദൈവവിശ്വാസി ആരാധനാലയം തകർക്കും. രാമൻ എന്ന പദത്തിന്റെ അർത്ഥം പോലും രമിപ്പിക്കുന്നവെന്ന. അയോധ്യ എന്ന പദത്തിന്റെ അർത്ഥം യുദ്ധമില്ലാത്ത ഭൂമി. അയോധ്യ യുദ്ധമില്ലാത്ത ഭൂമി. പിന്നെ എങ്ങനെയത് യുദ്ധഭൂമിയായി? ആ പദത്തിന്റെ അർത്ഥം അറിയാത്തവർ നേതാക്കന്മാരായി, ആ പദത്തിന്റെ ആശയം അറിയാത്തവർ. രാമൻ എന്ന പദത്തിന്റെ ഭാരതജന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് പോയി കൗഞ്ചമിഥുനങ്ങൾ സ്നേഹം പങ്കുവെച്ചപ്പോൾ മനുഷ്യാത പ്രതിഷ്ഠ അരുത് കാട്ടാള. ഒരു പക്ഷിന്റെ രക്തം പോലും, എത്ര മനുഷ്യരുടെ രക്തമൊഴുകി ഇവിടെ. അതിന് ഞാനും നിങ്ങളും കാരണം. അരുതേ, തല്ലരുതേ, കൊല്ലരുതേ. ഈ കഴിഞ്ഞ ദിവസം കൂത്തുറമ്പിച്ചെന്ന് ഒരു വലിയ ശാന്തി തേടുന്ന മനുഷ്യലോകം എന്ന വിഷയം അവതരിപ്പിച്ചു. എല്ലാ മനുഷ്യരും വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ഇത് നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാക്കേണ്ടതാണ്. എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടാൻ പാടില്ല, വിരോധം ഉണ്ടാൻ പാടില്ല. അറിവിൽ മനുഷ്യന്റെ ബുദ്ധികൾ വ്യത്യസ്തമാണല്ലോ. ഞാൻ ചിന്തിക്കുന്ന പോലെയാണോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചിന്തിക്കുന്നത്? ഇനി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്ന സ്വാമിജി ഞാൻ പറഞ്ഞതാണോ പറയാൻ പോകുന്നത്? അല്ല. എന്നാൽ അതൊക്കെ സ്നേഹത്തോടെ സ്വീകരിച്ചു, അംഗീകരിച്ചും അതോടൊപ്പം വിയോജനങ്ങൾ സ്നേഹത്തോടുകൂടി രേഖപ്പെടുത്തിയും നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ, പട്ടിണി കിടക്കുന്നവരെ സഹായിക്കാൻ, കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ, മതവിശ്വാസത്തിന് കോട്ടം തട്ടാത്ത രൂപത്തിൽ മനുഷ്യനെ നിലനിർത്താൻ ഇസ്ലാം ലോകത്തോട് ആവശ്യപ്പെടുകയാണ്. ഇസ്ലാമിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ഒരൽപ്പം ദീർഘിച്ചു പോയോ എന്ന് എനിക്ക് സംശയം. എന്തായിരുന്നാലും ഞാൻ എന്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എല്ലാവരും ശരിക്കും പഠിക്കണം, വായിക്കണം, മനസ്സിലാക്കണം. വേദഗ്രന്ഥ താളുകളിലൂടെ ഓടിയിട്ടിറങ്ങണം. മഹാസാഗരമാണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ വേദത്തെയും, ഖുർആനിനെ വക്രതയില്ലാതെ നിങ്ങൾ വായിച്ചു നോക്ക്. മനുഷ്യവിരുദ്ധമായ ഒരൊറ്റ പരാമർശം ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട് ഞാൻ. ഈ വേദങ്ങളെല്ലാം കിട്ടാവുന്ന അത്ര വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വായനകളിൽ എവിടെയും നമ്മൾ തമ്മിൽ തല്ലുന്ന ഒരടയാളത്തെയും നമുക്ക് കാണാൻ സാധിക്കില്ല. മറിച്ച് ഒരേ ദൈവത്തിന്റെ അടിമകൾ, ഒരേ അച്ഛനമ്മമാരുടെ മക്കൾ, ഒരേ ദൈവത്തിന്റെ മതമനുസരിച്ച് ജീവിക്കേണ്ടവർ, മനുഷ്യർ ഏകോദര സഹോദരങ്ങൾ. ഈ മെസ്സേജ് നിങ്ങളുടെ മുമ്പാകെ പാസ് ചെയ്തുകൊണ്ട് ഏകദൈവത്തെ മാത്രം ആരാധിച്ച് ഹംദം തമഹ പ്രവിശന്തിയേ സംപൂത്യമുപസതേ തതോഭൂയ യുവദയഹു സംപൂത്യം രദഹ. ഈശാവാശോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകം.
ആ ശ്ലോകത്ത് പറയുന്നത് ദൈവേതരെ ആരാധിക്കുന്നവർ ഘോരാന്ധകാരമായ നരകത്തിലെത്തുന്നു. ഒരിക്കലും നരകത്തിലെത്തരുത്, സ്വർഗത്തിലെത്തണം. സുഖത്തിന്റെ, സന്തോഷത്തിന്റെ, സാഹോദര്യത്തിന്റെ ഗേഹമായ ദൈവം ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ അനുഭൂതികളിലെത്തണം. അതിന് അവൻ തന്ന വായു, അവൻ തന്ന വെള്ളം, ഇതൊക്കെ ആസ്വദിച്ച് അവനോട് നന്ദി കാണിച്ച് അവന്റെ നിയമങ്ങൾ പാലിച്ച് മനുഷ്യരെ സ്നേഹിച്ച് ജീവജാലങ്ങളോട് പോലും നീട്ടപ്പെട്ട കാരുണ്യം ഞാൻ പറഞ്ഞല്ലോ, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. മഹാത്മാഗാന്ധിയുടെ ഹിന്ദുമതം, ഞാൻ ഹിന്ദുവായി ജീവിച്ച് ഹിന്ദുവായി മരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഗാന്ധിജി, അതേ ഗാന്ധിജി മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ ആദരിച്ചു. അവരൊന്നിച്ച് കെട്ടിപ്പിടിച്ചു, ഒന്നിച്ച് പ്രവർത്തിച്ചു. ആസാദ്, ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി വന്ന അബുൽ കലാം ആസാദ് വ്യത്യസ്ത മതത്തിൽ സ്വീകരിച്ചുകൊണ്ട് തന്നെ അപാര സൗഹൃദത്തിൽ അവർ കഴിഞ്ഞുകൂടി. അതിന് നമുക്ക് ഇനിയും സാധിക്കട്ടെ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ വക്കം അബ്ദുൽ ഖാദർ വലിയ സ്നേഹിച്ചു. അദ്ദേഹത്തിന്റെ തൂലികയുടെ പവർ ഉപയോഗപ്പെടുത്തി സ്വന്തം സമ്പത്ത് വിട്ടുകൊടുത്തും പ്രസ് വിട്ടുകൊടുത്തും ഐക്യത്തിൽ നന്മയ്ക്ക് വേണ്ടി ഇവർ പോരാടി. ആ പോരാട്ടത്തിന്റെ ചരിത്രമാണ് ഇന്നും ഇന്ത്യയുടെ പൈതൃകം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിൽ ആരെ വേദനിപ്പിച്ച ഒരു വാക്കും ഞാൻ ഉദ്ദേശിച്ചില്ല. മറിച്ചൊരു യാഥാർത്ഥ്യത്തെ വക്രതയില്ലാതെ എന്നെ സൃഷ്ടിച്ച ദൈവത്തോട് കാപട്യം കാണിക്കാതെ ഞാൻ തുറന്നു പറഞ്ഞു. അള്ളാഹു പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുകയും ഇത്തരത്തിലുള്ള മഹാസംഗമങ്ങൾ മാനവരാശിക്ക് ഉപകാരദായകമായി തീരട്ടെ. എടാ, നിന്റെ മതത്തെക്കുറിച്ചൊക്കെ എനിക്ക് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു, ഇതാ മതമൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പരസ്പരം തിരുത്തി കൈകോർത്ത് പിടിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോവുക. വ്യത്യസ്ത മതത്തിൽ വിശ്വസിക്കുമ്പോഴും അത് കാത്തു സൂക്ഷിക്കുമ്പോഴും മനുഷ്യ സൗഹാർദ്ദത്തിന്റെ ഭൂമിക ഒരുക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹപുരസ്സരം ടി കെ രവിയേട്ടനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ വളരെ ആധികാരികമായും പ്രൗഢഗംഭീരമായും ചിന്ത ഉദ്ദീപിക്കുന്ന നിലയിൽ വ്യത്യസ്ത ധാരണകൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഇവരെ ശ്രവിച്ചിട്ടുള്ള നമ്മൾ വളരെ കാര്യമായി ആലോചിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവർ പറഞ്ഞതൊന്നും പഴമയെ തിരിച്ചുപിടിക്കാനുള്ളതല്ല, പുതിയ കാലഘട്ടത്തിലേക്കുള്ള ഈടുവെപ്പായി നമ്മൾ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ മുൻതലമുറ അവരുടെ ജീവിതത്തിന്റെ പുറങ്കാലുകൊണ്ട് അവരുടെ മനസ്സിന്റെ പടിഞ്ഞാറ്റക്കകത്ത് നിന്നും ചവിട്ടി ഓടിച്ചതെല്ലാം വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ളതല്ല, പഴമയെ തിരിച്ചുപിടിക്കലല്ല, മറിച്ച് പുതിയ കാലഘട്ടത്തിലേക്കുള്ള ഈടുവെപ്പായി ഇതിനെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ബോധപൂർവമാണ്. ഇവിടെ നടക്കുന്നത് പുനഃപ്രതിഷ്ഠ ബ്രഹ്മ കലശ മഹോത്സവമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ സൗഹാർദ്ദ സമ്മേളനം. പുനഃപ്രതിഷ്ഠ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ തലമുറ കൈകാര്യം ചെയ്തതെല്ലാം അതേപടി ആവാഹിക്കുക, നമ്മുടെ സ്വാംശീകരിക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല. കാലഘട്ടം ആവശ്യപ്പെടുന്ന നിലയിൽ നമ്മൾ അതിനെ പരുവപ്പെടുത്തുക എന്നുള്ളതാണ്. പഴമയെ പൂർണ്ണമായും തള്ളാതെ അതിന്റെ നല്ല വശങ്ങൾ സ്വാംശീകരിക്കുക, ഇന്നിന്റെ ആവശ്യകതയെ മനസ്സിലാക്കുക, നാളത്തെ ഭാവിയെ സംബന്ധിച്ച് തിരിച്ചറിയുക എന്നുള്ളതാണ്. 3 മതസംഹിതകളെയും ഇവിടെ ഉദ്ഘോഷിച്ചുകൊണ്ട് ഇവിടെ വളരെ കൃത്യമായി പറഞ്ഞു, ഒരു മനുഷ്യൻ ത്രികാലബോധത്തോടുകൂടി ജീവിക്കണം എന്നതാണ് ഇവർ പറഞ്ഞ 3ന്റെയും അംശമായി അർത്ഥമായി എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട കവി ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി, അടുത്തു നിൽക്കും മനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്നുള്ളത് വളരെ കൃത്യമായ ഊന്നലാണ് കവി നൽകിയിട്ടുള്ളത്. മതത്തെ സംബന്ധിച്ച്, ഈശ്വരന്മാരെ സംബന്ധിച്ച് വല്ലാത്ത രീതിയിൽ വേവലാതിപ്പെടുന്ന, വ്യാകുലപ്പെടുന്ന മാനവ സമുദായത്തിന്റെ മുഖത്തു നോക്കിക്കൊണ്ട് പറഞ്ഞത്, നിന്റെ അയൽപക്കത്തുള്ള മനുഷ്യനെ, അത് ഏത് ജാതിയിൽപ്പെട്ടായാലും ഏതു മതത്തിൽപ്പെട്ട ആളായാലും, അവന്റെ ദൈന്യതയും അവന്റെ വ്യാകുലതകളും ദുഃഖങ്ങളും കണ്ണീരും വേദനകളും യാതനകളും കഷ്ടപ്പാടുകളും നോക്കാനും അറിയാനും ആശ്വസിപ്പിക്കാനും കണ്ണീരൊപ്പാനും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ
അരൂപനായി ഇരിക്കുന്ന ഈശ്വരനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് വ്യസനിക്കുന്നതിൽ എന്താണ് അർത്ഥമെന്നാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഞാനും നിങ്ങളും അടങ്ങുന്ന പല ആളുകളും ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് മുമ്പെന്ന് പോയ പൂർവസൂരികളുടെ കൂട്ടത്തിൽ ഈ മാനവ സമുദായത്തോട് പറഞ്ഞത്, അടുത്തു നിൽക്കും മനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. നമുക്ക് മുമ്പേ നടന്നുപോയവർ കാട്ടിത്തന്ന വഴിയിലൂടെയാണ് നാം പോകുന്നത്. ഇവിടെ മതത്തെ സംബന്ധിച്ചാണോ പറഞ്ഞത്? ഞാൻ എല്ലാ മതങ്ങളെയും കുറേശ്ശെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. കൃത്യമായി പറയാം, ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്ന ആളുമല്ല. കൃത്യമായി പറയാം, ഒരു മതസംഹിതയോടും പ്രത്യേക മമതയോ പ്രത്യേക വിദ്വേഷമോ വെച്ചു പുലർത്താൻ ഒരു മതവും പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ആളല്ല ഞാൻ. എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്ക് എല്ലാ മതത്തിൽ വിശ്വസിക്കാനും ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കാനും ഉള്ള അവകാശം ഉണ്ട് എന്ന് എല്ലാ മതസംഹിതകളിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അവരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന മതം, നേരത്തെ ഇവിടെ ഫാദർ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന മതം, ലോകത്ത് 700 കോടിയിലധികം മനുഷ്യന്മാരുള്ള 3000-ലധികം ഭാഷകൾ സംസാരിക്കുന്ന വിവിധ സംസ്കാരങ്ങളുള്ള ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിച്ചാരാധിച്ചു പോകുന്ന മതം ക്രിസ്തു മതമാണ്. ക്രിസ്തുമതത്തിന്റെ ബൈബിൾ പല ആവർത്തി ഞാൻ പഠിച്ചു, പല വ്യാഖ്യാനങ്ങൾ നോക്കി, പല ഫാദർമാരുമായി സംവദിച്ചു. അവിടെയൊന്നും ക്രിസ്തുമതമാണ് മേന്മ എന്ന് ഇവിടെയും പറഞ്ഞിട്ടുള്ള. അതിൽ എന്നെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, വെള്ളംകോരികളും വിറകുവട്ടികളും ഭാരം ചുമക്കുന്നവൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കൾക്ക് ഒരുപക്ഷെ തിരിയില്ല. ഇപ്പൊ വെള്ളംകോരികളില്ല, എല്ലാവർക്കും ഗ്യാസ് ആയതുകൊണ്ട് വിറകുവട്ടികളും ഇല്ല. ഭാരം ചുമക്കുന്ന ആളുകൾ ഫോൺ വിളിച്ച് പറഞ്ഞ സാധനമെല്ലാം വണ്ടിയിൽ. ക്രിസ്തുദേവന്റെ അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞതാണ്, വെള്ളംകോരികളും വിറകുവട്ടികളും ഭാരം ചുമക്കുന്നവനും എന്റെ കൂടെ വരുവിൻ, നിങ്ങൾക്ക് ആണ് സ്വർഗം എന്നാണ്. ബൈബിളിലെ തൊട്ടടുത്ത പേജിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞു, ധനവാന് സ്വർഗം അപ്രാപ്യമത്രേ, പണക്കാരന് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ഒട്ടകത്തിന് സൂചിക്കുഴയിലൂടെ പോകുന്നത്ര ബുദ്ധിമുട്ടാണ് ഒരു ധനവാൻ ഒരു പണക്കാരന് സ്വർഗത്തിൽ പോകാൻ എന്നാണ് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലായത്. ഒട്ടകത്തിന് സൂചിക്കുഴ പോകാൻ പറ്റുമോ? സൂചിക്കുഴ എന്ന് പറഞ്ഞ സൂചിന്റെ ദ്വാരം, അതിലൂടെ ഒട്ടകത്തിന് പോകാൻ കഴിയില്ലല്ലോ. അത്ര ബുദ്ധിമുട്ടാണ് ഒരു പണക്കാരന് സ്വർഗത്തിൽ പോകാൻ എന്നാണ്. അതിന്റെ മലയാളം സ്വർഗം ആർക്കാണ്? സ്വർഗം APL-കാരനല്ല, BPL-കാരനാണ് എന്നാണ്. ആരുടെ BPL? ഗവൺമെന്റിന്റെ, മൻമോഹൻ സിംഗിന്റെയോ ഉമ്മൻചാണ്ടിയുടെയോ നമ്മുടെ സർക്കാരിന്റെയോ APL അല്ല, BPL അല്ല. കർത്താവ് തിരുമനസിന്റെ ദാരിദ്ര്യരേഖയുണ്ട്. അന്നന്നത്തെ അന്നം നെറ്റിയിൽ നിന്ന് ഭക്ഷിക്കുന്ന പാവപ്പെട്ടവർക്കാണ് സ്വർഗം എന്നാണ് ബൈബിളും ക്രിസ്തുമതവും ഉദ്ഘോഷിക്കുന്നത്. പണിയെടുത്ത് ജീവിക്കുന്നവരാണ് സ്വർഗം, പണക്കാരനല്ല എന്നാണ്. എന്നാൽ പുതിയ വ്യാഖ്യാനവും കാണാൻ കഴിയുന്നു. പണക്കാരനും സ്വർഗത്തിൽ പോകാൻ കഴിയും, ഒട്ടകത്തിന് സൂചിക്കുഴയിലൂടെ കടന്നാൽ മതിയല്ലോ. അതുകൊണ്ട് എന്താ വഴി? എളുപ്പ വഴി. പുതിയ മതസിദ്ധാന്തങ്ങൾ വരുന്നു, ഒട്ടകത്തെക്കാളും വലിയ സൂചി നിർമ്മിച്ചാൽ മതി. ഒട്ടകത്തിനേക്കാളും വലിയ സൂചി ഉണ്ടാക്കിയാൽ അതിന്റെ ഓട്ടയിലൂടെ ഒട്ടകം നടന്നു പോകും, അതിന്റെ കൂടെ കുഞ്ഞാടുകൾക്കും പോകാം സ്വർഗത്തിലേക്ക് എന്നാണ് ചെറിയ വ്യാഖ്യാനം വരുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണക്ക് വിധേയമായിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന മതമാണ് പരിശുദ്ധ ഖുർആൻ. തൊട്ട് സത്യം ചെയ്തുകൊണ്ട് ജീവിത സന്ധാരണത്തിന് പുറപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം മനുഷ്യന്മാർ നമ്മുടെ ലോകത്തിന്റെ വിവിധ ദേശങ്ങളിലുണ്ട്. അതിൽ ഏറ്റവും പ്രാമാണികമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ പറയുന്നു, ഈ കണ്ടു കാണപ്പെട്ട ഭൗതിക സ്വത്തുക്കളെല്ലാം പടച്ച തമ്പുരാൻ പടപ്പുകൾക്ക് വേണ്ടി സൃഷ്ടിച്ചതെന്നാണ്. ബഹുമാനപ്പെട്ട മുജാഹിദ് ഇവിടെ ഇല്ല ഇപ്പോൾ. ഖുർആനിന്റെ അന്തസത്ത എനിക്ക് അതാണ് മനസ്സിലായത്. ഭൗതിക സ്വത്തുക്കളെ സംബന്ധിച്ച്, പണത്തിനെ സംബന്ധിച്ച്, സ്വത്തിനെ സംബന്ധിച്ച് ഈ കണ്ടു കാണപ്പെട്ട ഭൗതിക സ്വത്തുക്കളെല്ലാം പടച്ച തമ്പുരാൻ പടപ്പുകൾക്ക് സമമായി ഉപയോഗിക്കാനെന്നാണ്. കുറേയാൾക്ക് 500 ഏക്കറയും ചിലയാൾക്ക് 10 സെന്റും ചിലയാൾക്ക് 1 സെന്റ് പോലും ഇല്ല എന്ന അർത്ഥത്തിലല്ല. കുറെ ആളുകൾക്ക് കോടാനുകോടി രൂപയും ചില ആളുകൾക്ക് ആയിരക്കണക്കിന് രൂപയും ചില ആളുകൾക്ക് നയാ പൈസയും കൊടുക്കാത്ത രീതിയിലല്ല, ഉള്ളതെല്ലാം സമമായി പങ്കിട്ടോ പോകണമെന്നാണ് ഖുർആന്റെ ഒരു ഭാഗത്ത് പറയുന്നത്.
നോക്കൂ പ്രിയമുള്ളവരെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന മതമാണ് ഹിന്ദുമതം. ഹിന്ദുമതത്തിന് പ്രത്യേക സ്ഥാപകൻ ഇല്ലല്ലോ സ്വാമിജി, ഇല്ലല്ലോ. ആർക്ക് വേണമെങ്കിലും പറയാം, നാളെ എനക്ക് പറയാം ഞാനാണ് ഇത് ഉണ്ടാക്കിയത്. സ്വാമി ഏതായാലും പറയാൻ നിൽക്കുന്ന കൂട്ടത്തിലല്ല എന്ന് എനിക്ക് മുമ്പേ അറിയാം. പ്രത്യേക സ്ഥാപകനില്ല ഹിന്ദുമതത്തിൽ. ആയിരത്താണ്ടുകൾക്കൊപ്പുറത്ത് നിരവധി ഋഷിമാരും മഹാമുനിമാരോടും ചില നൂറുകണക്കിന് ചിന്താധാരകളിലൂടെ വിവിധ കാൽവഴികളിലൂടെ വിവിധ ചാൽവഴികളിലൂടെ വന്നിട്ടുള്ള പ്രത്യേക മതപ്രതിഭാസമാണ്, രൂപമാണ് ഹിന്ദുമതം. മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അതിൽ വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും എല്ലാം വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. സ്വാമിജി ഇവിടെ ഉദ്ധരിച്ചു വേദങ്ങളെ സംബന്ധിച്ച്. വേദങ്ങളിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഋഗ്വേദം. അതിലൊരിടത്ത് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്, സംഗച്ഛത്വം സംവദത്വം സംഭോ മനാംസി ജാനാതാം ദേവോ ഭാഗം യഥാപൂർവേ സംജാനനോ ഉപാസതേ. സ്വാമിജി ക്ഷമിക്കണം, ഞാൻ വലിയ സംസ്കൃത പണ്ഡിതനൊന്നുമല്ല. അതിന്റെ മലയാളം കൃത്യമായി ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. സംഗച്ഛത്വം സംവദത്വം സംഭോ മനാംസി ജാനാതാം ദേവോ ഭാഗം യഥാപൂർവേ സംജാനനോ ഉപാസതേ. പച്ചമലയാളം ഇങ്ങനെയാണ്: സംഗച്ഛത്വം ഒന്നിച്ചു സഞ്ചരിക്കുക, അതന്നല്ലേ സ്വാമി? ഒന്നിച്ചു സഞ്ചരിക്കുക. സംവദത്വം ഒന്നിച്ച് ഇരിക്കുക, നമ്മൾ ഇരിക്കുന്നത് പോലെ. ഒന്നിച്ച് ചിരിക്കുക എന്നല്ല, ഒന്നിച്ച് ഇരിക്കുക. എന്നിട്ടോ പണ്ട് ദേവന്മാർ ചെയ്തതുപോലെ നമ്മുടെ നാടിന്റെ ഐശ്വര്യം പരിഗണിച്ച്, സ്വാമി തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണം, നമ്മുടെ നാടിന്റെ ഐശ്വര്യം പരിഗണിച്ച് പണ്ട് ദേവന്മാർ ചെയ്തതുപോലെ നമ്മുടെ നാടിന്റെ ഐശ്വര്യം, പുരോഗതി, മുന്നോട്ട് പോക്ക് പരിഗണിച്ച് നമ്മുടെ സമ്പത്തെല്ലാം സമമായി വീതം വെച്ച് അനുഭവിക്കുക എന്നാണ് വേദത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്. ഏതു മതമാണ് സഹോദരങ്ങളെ തെറ്റു? എന്റെ മതമാണ് ശരി എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ടോ? എന്റെ അഭിപ്രായമാണ് ശരി എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ ടി.കെ. രവി എന്ന് പറയുന്ന ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ, ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ അംഗീകരിക്കാവൂ എന്ന് പറയുന്നിടത്ത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെയാണ് നമ്മൾ ശക്തമായി സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത്. അതിനെയാണ് കൃത്യമായി നമുക്ക് പറയാൻ കഴിയുക. അതിനെയാണ് ഫാസിസം. മതത്തിന്റെ മറ്റൊരു രൂപത്തിലേക്ക് എത്തുന്നു. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ, ലോകത്തിന്റെ വിവിധ കോണുകളിൽ മതം മറ്റൊരു രൂപത്തിലേക്ക് വരുന്നു. നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ അടിച്ച് കയറ്റാൻ ശ്രമിക്കുകയാണ്. മതത്തിന്റെ കാര്യമാണ് നോക്കേണ്ടത്. എന്നാൽ നമ്മുടെ നാട്ടിനകത്ത് കാണുന്നത്, നേരത്തെ സ്വാമി പറഞ്ഞത് കണക്കെ 2 വോട്ടിന് വേണ്ടി, 2 സീറ്റിന് വേണ്ടി, ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തിന് വേണ്ടി, ഒരു മന്ത്രി കസേരക്ക് വേണ്ടി എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ സ്വകാര്യകാര്യമായ മതവിശ്വാസത്തെ തട്ടിയുണർത്തി കൊണ്ടുവരുമ്പോൾ യഥാർത്ഥ മതവിശ്വാസമല്ലാതായി മാറുന്നു. അതിനെയാണ് നമ്മൾ വർഗീയത എന്ന് പറയുന്നത്. മതവിശ്വാസത്തെയല്ല നാം എതിർക്കേണ്ടത്, മതത്തെയല്ല നാം എതിർക്കേണ്ടത്. മതസങ്കുചിത ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് വർഗീയത വരുന്നു. വർഗീയതയാണ് നാം എതിർക്കേണ്ടത്. ഒരു മതത്തെയും നമ്മൾ എതിർക്കേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഇസ്ലാം മതത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഇസ്ലാം മതത്തിന്റെ ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശാന്തി എന്നാണ്. ഞാൻ ഈ ഒട്ടേറെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് വളരെ മനോഹരമായി തോന്നിയിട്ടുള്ള ചില വചനങ്ങൾ ഖുറാനിൽ, പരിശുദ്ധ ഖുറാനിൽ കണ്ടു. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു, ഈ പരിശുദ്ധ ഖുറാന്റെ എല്ലാ അധ്യായത്തിലെയും ആദ്യത്തെ പ്രയോഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ പറയുന്നു. 109ാമത്തെ അധ്യായത്തിലെ ഒരു വാക്ക് എന്നെ വല്ലാതെ ഉലച്ചൊരു വാക്കാണ്. ലക്കും ദീനിക്കും വലിയാ ദീൻ എന്നാണ്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം ശാന്തി എന്നാണ്. ലക്കും ദീനിക്കും വലിയാ ദീൻ എന്ന പദത്തിന്റെ അർത്ഥം, പ്രയോഗത്തിന്റെ അർത്ഥം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. നിങ്ങൾ വിശ്വസിക്കുന്നതിനെ ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നതിനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കേണ്ടതില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസം. ഇസ്ലാമിൽ നിർബന്ധമില്ല എന്നാണ്. ഇതിനപ്പുറത്ത് ആ ഖുർആനെ നമ്മൾ അംഗീകരിക്കാതിരിക്കണ്ടോ? ബൈബിളും അതോടൊപ്പം തന്നെ മറ്റ് പരിശുദ്ധ ഗ്രന്ഥങ്ങളും എല്ലാം എടുക്കുമ്പോൾ
മനുഷ്യ നന്മയെ സാഹോദര്യത്തെ ലാക്കാക്കിക്കൊണ്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ എതിനെയാണ് അംഗീകരിക്കേണ്ടത്? രാമായണത്തെ ഇവിടെ ഉദ്ഘോഷിക്കുകയുണ്ടായി, ഉദ്ധരിക്കുകയുണ്ടായി. ഇപ്പൊ രാമൻ എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ പറയുകയുണ്ടായി. രാമൻ എന്ന വാക്കിന്റെ അർത്ഥം രമിപ്പിക്കുന്നവൻ എന്നാണ്. വൈകുന്നേരം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, നെല്ലിയെടുക്കത്ത് പുതുക്കുന്നിൽ ജീവിക്കുന്ന സമയത്ത്, 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് വൈകുന്നേരം കണ്ടത്തിൽ കളിച്ച് ചെളിയുമായിട്ട് വരുന്ന സമയത്ത് അമ്മമ്മ ഒരു വടിയെടുത്തിട്ട് വൈക്ക് നിൽക്കും. എന്നിട്ട് കുളിച്ചിട്ട് രാമരാൻ ചെല്ലാൻ പറയും. ഇപ്പൊ ഏതെങ്കിലും വീട്ടിൽ രാമരാണ്ട് ഈ കരിമൂല പോലും ഇല്ല എന്നുള്ളതാണ് വൈകുന്നേരം രാമരാൻ ചെല്ലൽ. കാരണം ഇത് പറയേണ്ട അമ്മ സീരിയലിന്റെ മുമ്പിലാണ്. ഏത് കുഞ്ഞാ ഉള്ളത്? രാമരാൻ ചെല്ലിയാൽ സീരിയൽ പോകും. അതുകൊണ്ട് സീരിയലിന്റെ മുമ്പിലാണ്. രാമൻ എന്ന പദത്തിന്റെ അർത്ഥം രമിപ്പിക്കുന്നവൻ എന്നാണ്. ഏത് രാമനാണ് കിണാവൂർക്കാർക്ക് കാരിമൂലക്കാർക്ക് വേണ്ടത്? ത്രേതായുഗത്തിലെ രാമനാണോ? രാമായണത്തിലെ രാമനാണോ? രാമായണം വായിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്തെത്തുന്ന സമയത്ത് അമ്മ വല്ലാതെ വ്യാകുലപ്പെട്ടുകൊണ്ട് ഈ മുഖം പാടിയ രാമനോട് ചോദിക്കുന്നു, നിനക്കെന്തേ വല്ലാത്ത വിഷമം? നിനക്ക് വിശക്കുന്നുണ്ടോ? ലേശം ഭക്ഷണം കഴിച്ചു പോ എന്ന് പറഞ്ഞപ്പോൾ അമ്മയോട് രാമൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. പുതിയ തലമുറയുൾപ്പെടെ ഇപ്പോൾ ഭുജിപ്പാൻ സമയമില്ലമ്മേ, ക്ഷിപ്രമരണ്യ വാസത്തിനു പോകണം, മൽപ്പാടു കേകയ പുത്രിയാം അമ്മയ്ക്കു മൽ പിതാ 2 വരം കൊടുത്തിടിനാൻ. ഒന്ന് രാമനെ ഒന്ന് വനത്തിൽ അയക്കുന്നതും മറ്റൊന്ന് ഭരതനെ വാഴിക്ക എന്നതും തത്ര 14 സംവത്സരം കഴിഞ്ഞിട്ട് എത്രയും വേഗേന വന്നിടുന്നുണ്ട് ഞാൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല, എന്നെ അച്ഛൻ 14 കൊല്ലം കാട്ടിലേക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഭരതനെ വാഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, 14 കൊല്ലം കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് വന്ന് ഞാൻ കഞ്ഞി കുടിച്ചോളാം എന്നാണ് അതിന്റെ പച്ച മലയാളം. ആ രാമനാണോ നമുക്ക് വേണ്ടത്? ബിർള മന്ദിരത്തിൽ നിന്നും പ്രാർത്ഥനാ നിരതനായി പുറത്തേക്ക് വരുന്ന മഹാത്മജിയുടെ ഹൃദയത്തിലേക്ക് വെടിയുണ്ട വായിച്ചപ്പോൾ ഒരു വാഴക്കൂമ്പ് കരിഞ്ഞു വീഴുന്നത് പോലെ ഇന്ത്യയുടെ നവോനവസിൽ മണ്ഡലത്തിൽ മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്ന മഹാത്മജി കരിഞ്ഞു വീണപ്പോൾ അദ്ദേഹത്തിന്റെ നാവിൻ തുമ്പിൽ നിന്ന് വീണ ഹേ റാം എന്ന രാമനാണോ നമുക്ക് വേണ്ടത്? അല്ല, ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട 10-18 കുട്ടികളെ ഒരു ചെറിയ റൂമിനകത്ത് അടച്ചിട്ട് അതിനകത്ത് വെള്ളം പമ്പ് ചെയ്ത് നിറച്ച് ഇലക്ട്രിക് ലൈൻ പ്ലഗ് അതിനകത്തേക്ക് കുത്തി അതിന് സ്വിച്ചിട്ടപ്പോൾ ഷോക്കേറ്റ് മരിക്കുന്ന കുഞ്ഞുമക്കളുടെ ആ ദൈന്യനാദം കേട്ടപ്പോൾ ജയ് ശ്രീരാം എന്ന് വിളിച്ച രാമനാണോ നമുക്ക് വേണ്ടത്? തിരിച്ചറിവാണ് സ്വാമിജി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ. നമുക്ക് വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ദേവന്മാരും ഒട്ടേറെയുണ്ട്. പക്ഷേ നമ്മുടെ അന്തകനായി വരുന്ന രാമനാണോ നമുക്ക് വേണ്ടത്? നമ്മുടെ സ്നേഹം പഠിപ്പിക്കുന്ന, നമ്മുടെ സന്തോഷിക്കാൻ പഠിപ്പിക്കുന്ന രാമനാണോ വേണ്ടത്? അതിന്റെ വാക്താക്കളായിട്ട് നമ്മൾ മാറണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ കാരിമൂല ക്ഷേത്രത്തിൽ നിരവധി ദേവന്മാരാണ് ഇവിടെ നമ്മളോട് അരുളപ്പാടുമായി വരുന്നത്. തട്ടാങ്കോടി ഉൾപ്പെടെ, ബാലിത്തയ്യം ഉൾപ്പെടെ പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും എല്ലാം വരുന്ന നമ്മുടെ രക്ഷിപ്പാനായി വന്നവർ ഒട്ടേറെ ദേവന്മാരുണ്ട് നമുക്ക് സ്വന്തമായി. പക്ഷെ പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, അതിനുമപ്പുറത്ത് നമ്മളെ രക്ഷിക്കാൻ പുതിയ അവതാരങ്ങൾ വരുന്നു ആ ദൈവങ്ങളുടെ രൂപത്തിൽ. അല്ലേ? തുപ്പല് കൊണ്ട് സൂക്കേട് മാറ്റുന്ന അമ്മ, ഊതൽ കൊണ്ട് സൂക്കേട് മാറ്റുന്ന ആൾ, കരിക്കും വെള്ളത്തിൽ ഊതി നമ്മളെ ദീനം മാറ്റുന്ന ദീനുകൾ നമ്മുടെ നാട്ടിനകത്ത് വരുന്ന ഒരു സാഹചര്യം വരുന്നു. അതിനെല്ലാം എതിരായി നല്ല യുക്തിഭദ്രമായ ചിന്ത നമ്മുടെ ഉണ്ടാകാൻ കഴിയുന്ന നിലയിലേക്ക് അതിനെല്ലാം ആവശ്യമായ പണം വരുന്നു. ഞാനൊരു കണക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ നാട്ടിനകത്തേക്ക് ഈ ആൾദൈവങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്ക് നമുക്ക് വെബ്സൈറ്റിൽ കിട്ടുന്നു. വിദേശ പണം USA നിന്ന് 2425.88 കോടി രൂപയാണ് വരുന്നത്. ബ്രിട്ടനിൽ നിന്നും 1180 കോടി രൂപയാണ് വന്നത്. ആകെ 7877 കോടി രൂപ, 77.5 കോടി രൂപ വിദേശ പണം ഈ ആൾദൈവങ്ങളുടെ സങ്കേതത്തിലേക്ക് വരുന്ന സാഹചര്യമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ പിടിക്കാൻ, നമ്മുടെ ജീവിതത്തെ പിടിക്കാൻ ഈ രീതിയിലേക്ക് വരുന്ന തെറ്റായ ചാൽവഴികളെ മനസ്സിലാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് നല്ല മനസ്സിന്റെ ഉടമകളായി എല്ലാ മതത്തെയും സ്നേഹിക്കാനും ആദരിക്കാനും അവരവർക്ക് വേണ്ടുന്നത് തെരഞ്ഞെടുക്കാനും തിരസ്കരിക്കാനുള്ളത് തിരസ്കരിക്കാനും കഴിയുന്ന ഒരു സാംസ്കാരിക രീതിയിലേക്ക് നമ്മുടെ ജീവിതം കടന്നു വരണം. മതം എന്ന് പറയുന്നത് കഷ്ടപ്പെടുന്നവന്റെ ദൈന്യത മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ്. മർദ്ദിതന്റെ, അടിച്ചമർത്തപ്പെടുന്നവന്റെ, കരയുന്നവന്റെ, കണ്ണീരൊലിപ്പിക്കുന്നവന്റെ നെടുവീർപ്പാണ് മതം. യാതൊരു തർക്കവുമില്ല. ഹൃദയമില്ലാത്ത സമൂഹത്തിന്റെ ഹൃദയമാണ് മതം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചൈതന്യമില്ലാത്ത സമൂഹത്തിന്റെ ചൈതന്യമാണ് മതം. ആ അർത്ഥത്തിൽ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിന് മാത്രമല്ല, തൽക്കാലത്തേക്ക് ഒരു ശാന്തമായി പഴയ സമുദായം മുതൽ അനുഭവിച്ചു വന്നിട്ടുള്ള ഈ മതസംഹിതയെ പുതിയ കാലഘട്ടത്തിൽ നമുക്ക്
പുതിയ കാലഘട്ടത്തിലേക്ക് സന്നിവേശിപ്പിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന നിലയിലേക്ക് എല്ലാ മതതത്വ സംഹിതങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയണം. അതിന് പരസ്പര വിദ്വേഷം മറന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയണം. അതിന് ഇതുപോലുള്ള സമ്മേളനങ്ങളും നമ്മുടെ സ്വാമിജിമാരെ പോലെ അല്ലെങ്കിൽ മതപ്രഭാഷണം നടത്തുന്നവരെ പോലുള്ള ഇരുത്തം വന്നിട്ടുള്ള ആളുകളുടെ സാന്നിധ്യവും അവർ പറഞ്ഞ വാക്കുകളും നമ്മുടെ മനസ്സിൽ ആഴത്തിൽ നമുക്ക് പ്രവേശിപ്പിക്കാൻ കഴിയണം. അതിലൂടെ ചിന്തയുണ്ടാക്കാൻ നമുക്ക് കഴിയണം. പഴയതിനെ തട്ടിമാറ്റി പുതിയനെ സ്വീകരിക്കുന്ന സമയത്ത് പഴയ നന്മയെ തട്ടി മാറ്റലല്ല, ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് സ്വാംശീകരിച്ച് ജീവിതത്തിൽ അടയാളപ്പെടുത്താനും പ്രയോഗിക്കാനും പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ സംഘാടകരെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഹൃദയത്തിന്റെ ഭാഗത്തു നിന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.